ന്റെ കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. കട്ടതാരാണപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കണം ഈ ചോദ്യം. അതാണ് ചോദിക്കേണ്ടത്. സാർ, ഇപ്പോ ഈ നാടകം നടത്തുന്നത് എന്തിനാണ്? ഹൈക്കോടതി നിർദ്ദേശിച്ചു UDF-ന്റെ ഭരണകാലം മുതലുള്ള സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്താൻ. അപ്പൊ കട്ടവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇളക്കി വിട്ടിരിക്കുകയാണ് ഇവരെ എല്ലാവരെയും. കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്നത് ഒരേ ഒരു ചിത്രത്തിലാണ്. അത് സോണിയാഗാന്ധിയുടെ കൂടെയുള്ള ചിത്രത്തിലാണ്. കട്ടവനെയും കട്ട മുതൽ വാങ്ങിയവനെയും നിങ്ങൾക്ക് ഒരിടത്തെ കാണാൻ പറ്റൂ. അത് സോണിയാഗാന്ധിയുടെ കൂടെയാണ് എന്ന വസ്തുത നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ചിത്രം ഞങ്ങളും കാണിച്ചു തരാം. നിങ്ങൾ ബാനറും ചിത്രവും നിങ്ങൾക്ക് മാത്രമല്ല കിട്ടൂ. നാളെ ഞങ്ങൾ കാണിച്ചു തരാം ചിത്രം ഏതെല്ലാം വരും എന്നുള്ളത്. സോണിയാഗാന്ധി കളങ്കിതനായിട്ടുള്ള ഒരാളെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റാരുടെ കാര്യവും ഞാൻ പറഞ്ഞില്ല. കടകംപള്ളി സുരേന്ദ്രനും അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പോയെന്ന് ഞാൻ സമ്മതിച്ച കാര്യമാണ്. 8 വർഷത്തിന് മുമ്പ് നടന്നൊരു ഫംഗ്ഷൻ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ലാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ഏതോ ഒരു ചെറിയ കുട്ടിയുടെ ഫംഗ്ഷൻ അല്ല, ഒരു വലിയ കുട്ടിയുടെ ഫംഗ്ഷനാണ് നടന്നത്. അപ്പൂപ്പൻ്റെ ഫംഗ്ഷനാണ് നടന്നത്. സഭയിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള എത്തുമ്പോൾ തോറ്റോടിയതാര് എന്നുള്ളതാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ CPM-ൽ നിന്ന്, അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് BJP-യിൽ നിന്ന്, അഡ്വക്കേറ്റ് വസന്ത് സിരിയ കോൺഗ്രസിൽ നിന്ന്. ശ്രീ D. സുരേഷ് കുമാർ, ഇപ്പൊ ഈ നല്ലവണ്ണം ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണെന്ന് പറയില്ലേ? അതുപോലെയാണ് എം പി രാജേഷ് അത്യാവശ്യം നല്ല രീതിയിൽ സഭയിൽ പ്രസംഗിച്ചു വെച്ച ഒരു കാര്യം കടകംപള്ളിയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അങ്ങനെ സോണിയാഗാന്ധിയെ തെറ്റിദ്ധരിക്കാൻ താനില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ സംഭവിച്ചത്. പ്രതിപക്ഷം തോറ്റോടി എന്നതിന് എന്താണ് സംശയം? ഈ കഴിഞ്ഞ കാലയളവിൽ കേരള നിയമസഭയിൽ പ്രതിപക്ഷം സാധാരണക്കാരെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ അടിയന്തര പ്രമേയമായി കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ നെല്ലും പതിരും ആ നിയമസഭയ്ക്കകത്ത് തിരിയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ എല്ലാ അടിയന്തര പ്രമേയങ്ങൾക്കും അനുമതി കൊടുത്ത ഒരു സർക്കാരാണ്. ആ കാര്യത്തിൽ സർവകാല റെക്കോർഡാണ് കേരള നിയമസഭയ്ക്ക് രണ്ടാം പിണറായി സർക്കാരിനുള്ളത്. അതിൽ എനിക്ക് തോന്നുന്നു ബഹുമാന്യായ മാധുവിന് പോലും സംശയമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം തുറന്ന ഓപ്പൺ ഡിസ്കഷന് വേദിയായിട്ടുള്ള ഒരു നിയമസഭ. ആ നിയമസഭയ്ക്കകത്ത് ഈ സ്വർണ്ണ കളവ് പോലുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഒരു തുറന്ന ചർച്ചയ്ക്ക് വേദിയാകേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ നിന്നും എന്തിനാണ് പ്രതിപക്ഷം ഒളിച്ചോടിയത്? അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അത് ചോദിക്കുമ്പോൾ തിരിച്ചെന്തെങ്കിലും പറഞ്ഞ് ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ കടകംപള്ളി ഇന്നത് പറഞ്ഞു, അല്ലെങ്കിൽ ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് മറ്റൊരു കാര്യം പറഞ്ഞു എന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെ യഥാർത്ഥ വസ്തുതയിൽ നിന്നും വളച്ചൊടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഉത്തരം മുട്ടുമ്പോൾ കുന്നനം കുത്തുന്നു എന്ന സമീപനമാണ് പ്രതിപക്ഷം, കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഈ സംസ്ഥാനത്ത് അതിൻ്റെ നേതാക്കന്മാർ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇക്കാര്യം ജനങ്ങളെ അറിയിക്കണമെന്നുള്ള ഏറ്റവും സോണിയാഗാന്ധി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരണമെന്ന് ഭരണപക്ഷം സഭയിൽ ആവശ്യപ്പെട്ടില്ലേ? എന്റെ അതേ അവസ്ഥയാണ് സോണിയാഗാന്ധിക്കും. കളങ്കിതനായ ഒരാളെ സോണിയാഗാന്ധി അങ്ങനെ കയറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് കടകംപള്ളി പുറത്തു പറഞ്ഞില്ലേ? ഇപ്പൊ രണ്ടും കാര്യത്തിൽ വ്യത്യാസമില്ലേ? അല്ല, തീർച്ചയായും ആരുടെയെങ്കിലും വാക്കുകളിലെ പുറത്തു വരുന്ന ശകലങ്ങളെ മാത്രം എടുത്തു വെച്ച് അതിനെ ഒരു ചർച്ചയ്ക്ക് വിഷയമാക്കുന്നതിന് മുൻപേ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സ്വർണം കട്ടവനും സ്വർണം വാങ്ങിയവനും കട്ട മുതൽ വാങ്ങിയവനും സോണിയാഗാന്ധിയുടെ കയ്യിൽ ഈ ബ്രേസ്ലെറ്റോ വളയോ ചരടോ എന്താണ് കെട്ടിക്കൊടുക്കുന്നതിനെ സംബന്ധിച്ചും 2 തവണ അവിടെ എങ്ങനെ ഈ സുരക്ഷാ വേലി മറികടന്ന് അവിടെ എങ്ങനെ എത്തപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചും ആ എത്തപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ചുമൊക്കെ സ്വാഭാവികമായും SIT-യോ ED-യോ ഒക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്നേക്കാം. അത് ഏതെങ്കിലും നേതാക്കന്മാരോ അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് ആരുടെയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇഷ്ടത്തിൻ്റെയോ അനിഷ്ടത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ആ അന്വേഷണം നടക്കുന്നത്. അത് ചിലപ്പോൾ കടകംപള്ളിയോട് ചോദിക്കുമ്പോൾ കടകംപള്ളിയുടെ ഉയർന്ന ഔചിത്യബോധമായിരിക്കാം. നിങ്ങൾ കുറേ കാലമായി ആ മനുഷ്യനെ യാതൊരുവിധ കാര്യവുമില്ലാതെ പിച്ച് ചീന്തുകയാണല്ലോ, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പക്വതയുമില്ലേ? കേട്ടില്ല. ഔചിത്യബോധവും പക്വതയും മന്ത്രി MP രാജേഷ് അല്ല, ശ്രീ MP രാജേഷ് നിയമസഭയ്ക്കകത്ത് പറഞ്ഞതും
കേരളത്തിലെ CPM-ന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനുമൊക്കെ പറയുന്നത് വളരെ കൃത്യതയോട് കൂടിയിട്ടാണ്. നിങ്ങൾ ഈ കാര്യത്തിൽ അതിനകത്ത് സ്വാഭാവികമായ നടപടിക്രമം എന്ന് പറഞ്ഞ കടകംപള്ളിയുടെ വാക്കുകളെ മാധ്യമപ്രവർത്തകർ വളച്ചൊടിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലെയും സ്വാഭാവികതയും അസ്വാഭാവികതയും നിരത്തി ചില കാര്യങ്ങൾ പറഞ്ഞു. അതിലെ ചില വാക്കുകൾ എടുത്ത് അതിനെ മാത്രം പ്രസക്തമാക്കി കാണിച്ച് അതിനെ വളച്ചൊടിച്ച് ഈ വിഷയത്തിൽ നിന്നും യഥാർത്ഥ വസ്തുതയിൽ നിന്നും വേർതിരിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളച്ചൊടിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടുന്നത്. അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് ഈ വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അക്കമിട്ട് നിരത്താനുള്ള അവസരത്തെ പൂർണ്ണമായും നശിപ്പിച്ച് എന്തിന് പ്രതിപക്ഷം കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് നിന്ന് ഒളിച്ചോടി എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രസക്തമായ വിഷയം. ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഈ വിഷയമല്ല ചർച്ച ചെയ്യേണ്ടത് എന്ന് അങ്ങേക്കൊരു എതിരഭിപ്രായം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ വളരെ വിനയപൂർവ്വം അറിയിക്കുന്നു. കൃത്യത, വളച്ചൊടിക്കൽ, വേർതിരിച്ചു കാണിക്കൽ, അടർത്തിമാറ്റൽ എന്നീ വാക്കുകളില്ലായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾ തോറ്റോടിയ വസന്ത്? അന്തം വിട്ട മന്ദൻ എന്തും ചെയ്യും എന്ന കണക്കിനാണ് ഇന്ന് നിയമസഭയിൽ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ മൂവ്മെൻറ്റുകളും ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, ഈ നിയമസഭയിലെ ചട്ടങ്ങൾ, രേഖകൾ, ഇതൊക്കെ ഞാൻ വേണോ ഡോക്ടർ ഗോപനെ പഠിപ്പിക്കാൻ? റൂൾ 285 ശ്രീ സുരേഷിനെ പഠിപ്പിക്കാൻ റൂൾ 285. അദ്ദേഹം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ആളാണ്, ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. റൂൾ 255 എന്താ? ഒരു നിയമസഭയ്ക്കുള്ളിൽ ഒരു വ്യക്തിയെപ്പറ്റി, ആ സഭയുടെ അംഗമല്ലാത്തൊരു വ്യക്തിയെപ്പറ്റി അധിക്ഷേപകരമായോ ഡിഫമേറ്ററി ആയോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നെങ്കിൽ അതിന് ഒന്ന് മുൻകൂട്ടി നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസ് സ്പീക്കറിൻ്റെ ഹൗസ് അംഗീകരിക്കണം. അപ്പോൾ സോണിയാഗാന്ധിയെ പറ്റി അങ്ങനെ ഒരു അധിക്ഷേപകരമായ പരാമർശവുമായി ഭരണപക്ഷത്തെ ബെഞ്ച് കടന്നു വരുമ്പോൾ അതിന് ഈ പറയുന്ന നിയമസഭാ ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞങ്ങൾ ഇന്ന് സ്പീക്കറിന് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അടിയന്തര പ്രമേയം കിട്ടിയാൽ ഞങ്ങൾ അങ്ങ് ചർച്ച ചെയ്ത് പൊലിപ്പിച്ചാണ് എന്ന കണക്കിനാണല്ലോ ഇവരുടെ വാദം. എന്തുകൊണ്ടാണ് നോട്ടീസ് കൊടുക്കാത്തത്? സോണിയാഗാന്ധിയാണല്ലോ നിങ്ങളുടെ വിഷയം. റൂൾ 50 ഭരണപക്ഷത്തെ ബെഞ്ചിനും കൊടുക്കാം സാർ. ട്രഷറി ബെഞ്ചിൽ നിന്നും ആരെങ്കിലും കൊണ്ട് റൂൾ 50 കൊടുത്താൽ അടിയന്തര പ്രമേയം സഭയിൽ ചർച്ച ചെയ്യും. അതാണ് നിയമം. കൊടുക്കാൻ പറ. നാളെ ചർച്ച ചെയ്യട്ടെ സോണിയാഗാന്ധിയെ പറ്റി, അല്ലെ അടുത്ത ദിവസം ചർച്ച ചെയ്യട്ടെ. ഇനി ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത് അവരുടെ അല്ല, അവർക്ക് സോണിയാഗാന്ധിയെ പറ്റി ചർച്ച ചെയ്യട്ടെ. ഇനി ഞങ്ങൾ എന്തുകൊണ്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട റൂൾ 50 മൂവ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ കൃത്യമായ റൂൾ 50 കൊടുത്താൽ ഇവർ തള്ളിക്കളഞ്ഞില്ലേ? അന്ന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് കേരളത്തിലെ പൊതുമനസാക്ഷിക്ക് മുഴുവൻ അറിയാം. ഇന്ന് അരിയാഹാരം കഴിക്കുന്നവരോടോ നഴ്സറി സ്കൂളിൽ പോകുന്ന കുട്ടികളോടോ നമ്മൾ ചെയ്തിട്ട് സ്വർണം കട്ടത് ആരപ്പ എന്ന് ചോദിച്ചാൽ അവർ തിരിച്ചു പാടും സഹാക്കളാണ് അയ്യപ്പ. പക്ഷേ വി ശിവൻകുട്ടി പാടിയത് കോൺഗ്രസ്സുകാരാണ് അയ്യപ്പ. ആ കോൺഗ്രസ്സുകാരിൽ ആരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇന്ന് 3 പേരാണ് ഈ പൊളിറ്റിക്കൽ 6 or 7 പേര് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജുഡീഷ്യൽ റിമാൻഡിൽ കിടക്കുന്നതിൽ 3 പേരാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ടുള്ളത്. പ്രധാനപ്പെട്ട 3 പേർ ആരാവുന്നു? ഒന്ന് ഇവരുടെ ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ മെമ്പറായിട്ടുള്ള പത്മകുമാർ. 2 പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ മുൻ മെമ്പറും സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റുമായിട്ടുള്ള വിജയകുമാർ. 3ാമത്തത് കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള N വാസു. ഇവരാരും CPM-കാരനല്ലേ? ഇവരാരും ഞങ്ങളുടെ DCC പ്രസിഡന്റോ DCC മെമ്പറോ ACC മെമ്പറോ ഒന്നുമല്ലല്ലോ. ഇനി ഈ സുരേഷ് കുമാർ അടക്കമുള്ളവർ എല്ലാ കാലത്തും പറയുന്നുണ്ട് ഇതാ സുരക്ഷാ ഭേദികളെ എല്ലാം അതിലംഘിച്ച് ചാടിക്കടന്ന് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിയേ. ഞാനൊരു കാര്യം പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പറയാം. എന്താ സോണിയാഗാന്ധിയുടെ സുരക്ഷയുടെ കാറ്റഗറി മാധു? അത് Z+ കാറ്റഗറിയാണ്. എന്താ സഖാവ് പിണറായി വിജയന്റെ സുരക്ഷയുടെ കാറ്റഗറി? അതും Z+ കാറ്റഗറിയാണ്. എന്നാൽ സോണിയാഗാന്ധി കടക്ക് പുറത്ത് മാറി നിൽക്കും അങ്ങോട്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഈ സോണിയാഗാന്ധിയുടെ ചുറ്റും ഒരു ലെയർ സൃഷ്ടിച്ചിട്ടില്ല, അത് മനസ്സിലാക്കണം. എന്നാൽ പിണറായി വിജയന്റെ അടുത്ത് ഈ Z+ കാറ്റഗറിക്ക് അപ്പുറത്ത് മൈക്കുമായി വരുന്നവന്റെ മൈക്ക് തട്ടിമാറ്റിയും കൂടെ നടക്കുന്ന സഖാക്കളോട് അധികം അകത്തേക്ക് വരണ്ട, ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയുമൊക്കെ അയാൾ തന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു വലയമുണ്ട്, അദൃശ്യമായ സുരക്ഷാ വലയമുണ്ട്. അതിനെ കൂടെ ഭേദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോലീസിന്റെ വിജിലൻസ് റിപ്പോർട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ 2019 ശേഷം അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ആര് പങ്കെടുക്കുന്നത്? ഈ പോറ്റി പങ്കെടുക്കുന്നത്. അത് ഏത് ഉദ്ഘാടനമായിക്കോട്ടെ, ഏത് സ്പോൺസർഷിപ്പും ആയിക്കോട്ടെ, പബ്ലിക് ഫംഗ്ഷൻ ശേഷം കണ്ടോ ഇല്ലയോ എന്നറിയില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്, കണ്ടോ ഇല്ലയോ എന്നറിയില്ലെങ്കിൽ കണ്ടു എന്നും ഇല്ല എന്നും ആരോപണം. അല്ല, കണ്ടു എന്നതും അതിൻ്റെ അകത്തുണ്ടല്ലോ. ഇനി ഞാൻ ഇതിലൊരു ക്രൊണോളജിയുടെ പ്രശ്നമുണ്ട് മാധു. എന്താണ്? സോണിയാഗാന്ധിയെ കാണുമ്പോൾ
പോറ്റി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു തരം വിജിലൻസിന്റെയോ മറ്റെന്തെങ്കിലും റിപ്പോർട്ടുകളോ മേശപ്പുറത്തുള്ള ആളല്ല. പോറ്റി ശബരിമലയിലെ ഒരു പോറ്റിയാണ്. സ്വാഭാവികമായും നേരത്തെ നമ്മൾ പറഞ്ഞ അവിടെയുള്ള ഈ പറയുന്ന തന്ത്രി വിഭാഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോറ്റിമാരുമായി ബന്ധപ്പെട്ട് വൈദിക ശ്രേണിയുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ഉണ്ട്. അവരൊരു പെർമിഷൻ ചോദിച്ചാൽ, പ്രത്യേകിച്ച് ശബരിമല എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ അഭിമാനമാണ്. അവിടെ നിന്നൊരു പോറ്റി എന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിലായിരിക്കും പരിഗണിക്കപ്പെട്ടിട്ടുണ്ടാവുക. പക്ഷേ 2019 ശേഷം മുഖ്യമന്ത്രിയുടെ കൂടെ ഈ പബ്ലിക് ഫംഗ്ഷനോ പ്രൈവറ്റ് ഫംഗ്ഷനോ ആയിക്കോട്ടെ, അവിടെ വരുമ്പോൾ ഇതേ ആഭ്യന്തരം കൈകാര്യം ചെയ്ത ഇതേ മുഖ്യമന്ത്രിയുടെ വിജിലൻസിന്റെ റിപ്പോർട്ടില്ലേ, വിജിലൻസിന്റെയും ഈ പറയുന്ന ക്രൈംബ്രാഞ്ചിന്റെയും അടക്കമുള്ള റിപ്പോർട്ട് ഇവരുടെ മുമ്പിൽ നിൽക്കുകയല്ലേ. അപ്പൊ അതിനെല്ലാം അതിലംഘിച്ചുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് അവിടെ പോകാൻ പറ്റിയത്? ഒരു കാര്യം കൂടി, ഒരു 10 സെക്കൻഡ്. സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് പോറ്റി പോയത്, അല്ലാതെ പോറ്റിയുടെ വീട്ടിലല്ല സോണിയാഗാന്ധി പോയത്. കടകംപള്ളി 2 തവണ പോറ്റിയുടെ വീട്ടിലേക്കാണ് പോയത്. അതുകൂടി പഠിക്കേണ്ടതാണ്. ശരി, ശ്രീ ശങ്കുട്ടിദാസ്, നോക്കൂ, സഭ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. സഭയിൽ നിന്ന് ഒളിച്ചോടിയെന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും പരസ്പരം ആരോപിക്കുകയുമാണ്. സ്വാഭാവികമായും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള സഭ എന്ന ഒരു പ്രത്യേകതയുണ്ട്. അതിനേക്കാൾ ഞാൻ വിചാരിക്കുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കത്തി നിൽക്കുമ്പോൾ വരുന്ന സഭ എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നു എന്നുള്ളത് കൊണ്ട് ജനങ്ങളുടെ മുന്നിലുണ്ടായിരിക്കുന്ന ചിത്രത്തിൽ എന്തെങ്കിലും മാറ്റം വരുവാ? നോക്കൂ, ഈ വിഷയത്തിൽ സമര പരമ്പരകൾക്ക് കൂടി സംസ്ഥാനത്ത് തുടക്കമാവുകയാണ്. തീർച്ചയായിട്ടും അതെ. നോക്കൂ, ഈ വിഷയം ഇപ്പോൾ രണ്ടുപേർക്കും ഒരേപോലെ പ്രതികൂലമായിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഇവർക്ക് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളാക്കിയിട്ട് ഈ വിഷയത്തിൻ്റെ ചർച്ചയെ വഴിതിരിച്ചുവിടാൻ ഇവർ ശ്രമിക്കുന്നത്. ഈ വിഷയത്തിൽ നിയമസഭയിൽ വളരെ ഗൗരവമുള്ളൊരു ചർച്ച രണ്ടു കൂട്ടരും ആഗ്രഹിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്താനോ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനോ രണ്ട് പക്ഷത്തിനും താല്പര്യമില്ല എന്നുള്ളതാണ്. ഇവിടെ പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു, എന്നാൽ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്നില്ല. ആ വിഷയമായിട്ട് ഒരു തരത്തിലുള്ള ചർച്ചയ്ക്ക് അവർ താല്പര്യമില്ല. ഭരണപക്ഷവും അത് വളരെ സൗകര്യമായിട്ട് എടുക്കുകയാണ്. പ്രതിപക്ഷവും ഈ സമയത്ത് വളരെ ഡിഫെൻസീവായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാരഡി പാട്ടുകൾ പാടിയിട്ട് പരസ്പരം പഴി ചാരിക്കൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രഹസനം മാത്രം അവതരിപ്പിച്ചാൽ മതി എന്ന സൗകര്യത്തിലാണ് ഇവരെല്ലാവരും അഭിരമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അന്വേഷണം ഒരു ഘട്ടത്തിൽ എത്തിയതിനു ശേഷം പിന്നീട് എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന നിർണായകമായിട്ടുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിട്ടില്ല. ഇവിടെ ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാരിലേക്ക് എത്തി അതിനുശേഷം മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ചോദ്യം ചെയ്യപ്പെട്ട ഘട്ടത്തിൽ നിന്ന് തന്ത്രിയുടെ അറസ്റ്റോടുകൂടി ചർച്ചകൾ മുഴുവൻ വഴിമാറിയതിനു ശേഷം പിന്നീട് മുൻപേ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ കാര്യത്തിലെല്ലാം എന്ത് സംഭവിച്ചു? ശങ്കർദാസിന്റെ അറസ്റ്റാണ് ഏറ്റവും അവസാനം. അദ്ദേഹം ആശുപത്രിയിൽ വെച്ചിട്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തത്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന PS പ്രശാന്ത് എന്ന് പറയുന്ന ആൾ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട അറസ്റ്റോ മറ്റു നടപടികളും ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് VN വാസവനുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടൂർ പ്രകാശിനെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ആന്റണിക്കെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. സോണിയാഗാന്ധിക്കെതിരെ പോലും ആരോപണം ഉയർന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യണമെന്ന് ഈ രണ്ടു കൂട്ടർക്കും ആഗ്രഹമില്ല എന്നതുകൊണ്ടാണ് കേവലം ഒരു പ്രഹസനം നടക്കുന്നത്. നോക്കൂ, നിയമസഭ എന്ന് പറയുന്ന ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട ഇടമാണ്. എന്നാൽ ചർച്ച ഇവരാരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതല്ലേ ഈ കാര്യം കാണിക്കുന്നത്. എന്തുകൊണ്ട് ഇവിടെ അഭിഭാഷകൻ കൂടിയാണല്ലോ. ഒരു തവണ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകിയ സമയത്ത് ഇത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ ചർച്ച വേണ്ടതില്ല എന്ന നിലപാട് ഭരണപക്ഷം സ്വീകരിച്ചു. പിന്നീട് തുടർച്ചയായി അങ്ങനെ നോട്ടീസ് കൊടുക്കുന്നില്ല എന്നൊരു വിമർശനം പ്രതിപക്ഷത്തിന് നേരെ ഉണ്ടാകുന്നു. ഇതെങ്ങനെ സാധ്യമാകും? അല്ല, നോക്കൂ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യം നോട്ടീസ് കൊടുത്തിട്ടുള്ള സമയം ഏതായിരുന്നു? ആ സമയത്ത് ഇതിൽ CPM-നെതിരെ മാത്രം ആരോപണങ്ങൾ ഉയർന്നു നിന്നിരുന്ന CPM-ന്റെ പൊളിറ്റിക്കൽ അപ്പോയിന്റീസ് മാത്രം അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ്. എന്നാൽ ഇതിന്റെ കഴിഞ്ഞ മാസത്തിൽ ഈ അന്വേഷണത്തിന് ഒരു പൊളിറ്റിക്കൽ ടേൺ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഈ ആരോപണങ്ങൾക്കൊന്നും ഈ സമയം വരെ ഉത്തരം പറയാൻ ഇവരാരും തയ്യാറായിട്ടില്ല. ഇവിടെ ഈ വസന്ത് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി നിരവധി കാര്യങ്ങൾ പറയുകയുണ്ടായി. സോണിയാഗാന്ധിയെ വിമർശിച്ചത് ശരിയായിട്ടില്ല എന്നുള്ള തരത്തിൽ പറയുകയുണ്ടായി. പക്ഷെ ഇവിടുത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിന് സോണിയാഗാന്ധിയെ കണ്ടു? ആ ചോദ്യത്തിന് ഇതുവരെയായിട്ടും കോൺഗ്രസിന്റെ ഒരു നേതാവിന് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ലല്ലോ. എന്തിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ സോണിയാഗാന്ധിയെ കാണാൻ പോയിട്ടുള്ള സമയത്ത് ഈ അടൂർ പ്രകാശിനെ പോലെ ആന്റണിയെ പോലെയുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇയാളെ അനുഗമിച്ചു. അന്ന് ഇയാൾക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രതികൾക്ക് എല്ലാവർക്കും ഉന്നയിക്കാവുന്ന ന്യായമാണിത്. ഈ കേസ് 2025 മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 2025 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട ആളുകളെല്ലാം സ്കോട്ട് ഫ്രീ ആണെന്നുള്ളത് രണ്ടു കൂട്ടർക്കും ഒരുപോലെ സൗകര്യാനുസരണം ഉപയോഗിക്കാവുന്ന ഒരു വാദമാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ ഞാൻ ഓർമ്മിപ്പിക്കാം, ഹിമന്ത് ബിശ്വാസ് ശർമ്മ എന്ന് പറയുന്ന അസാമിന്റെ മുഖ്യമന്ത്രിയുണ്ട്, BJP-യുടെ നേതാവാണ് ഇപ്പോൾ. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണം ആഴ്ചകളോളം ഡൽഹിയിൽ പോയി കാത്തു നിന്നിട്ട് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് മാറിയിട്ട് DICK എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് അതിനു മുമ്പായിട്ട് ചർച്ച നടത്താൻ ഇതേ സോണിയാഗാന്ധിയെ പോയി കണ്ടിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ശ്രമിക്കുകയും അപ്പോയിന്റ്മെന്റ് കിട്ടാണ്ട് മടങ്ങി വരികയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള YSR റെഡ്ഡിക്ക് സമാനമായിട്ടുള്ള അനുഭവമുണ്ട്. അതായത് കോൺഗ്രസിന്റെ ഏറ്റവും
ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ലീഡേഴ്സിന് പോലും കിട്ടാതിരുന്നിരുന്നൊരു അപ്പോയിൻമെന്റ് ഈ പറയുന്ന ശബരിമലയിൽ തന്ത്രി അല്ലാത്ത, അവിടുത്തെ മേൽശാന്തി അല്ലാത്ത, അവിടുത്തെ കീഴ്ശാന്തി അല്ലാത്ത, അവിടുത്തെ കീഴ്ശാന്തിയുടെ അസിസ്റ്റന്റുമാരിൽ ഒരാൾ മാത്രമായിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾക്ക് എങ്ങനെ കിട്ടി? എങ്ങനെയാണ് അയാൾക്ക് ഇത്രയും വലിയ ഹൈ പ്രൊഫൈൽ കോൺടാക്ട്സ് ഉണ്ടായത്? അയാളുടെ കൂടെ സോണിയാഗാന്ധിയെ കണ്ട് അനുഗമിക്കാൻ വേണ്ടി MP-മാരും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരും എങ്ങനെ പോയി എന്ന ചോദ്യത്തിന് ഇവർക്ക് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ വലിയ ഡിഫൻസിലാണ് CPM ഉള്ളത്. CPM-ന്റെ മന്ത്രിയായിട്ടുള്ള, ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അയാളെ അങ്ങോട്ട് വീട്ടിൽ പോയിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് ഒരു തവണയല്ല കണ്ടിട്ടുള്ളത്, 2 തവണയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നു. അപ്പോൾ രണ്ടു കൂട്ടരും ഡിഫൻസീവായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി ചർച്ച വേണ്ട, ഇനി ബഹളം മതി എന്നൊരു സമീപനം ഇവർ സ്വീകരിച്ചതിൻ്റെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരസ്പരം പാരഡി പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് ഈ ചർച്ചയെ വഴിതിരിച്ച് വിടാമെന്ന് പറയുന്ന ഹീനമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് നമ്മളിന്ന് നിയമസഭയിൽ കണ്ടത്. അതിനപ്പുറത്തേക്ക് ഇതിന് യാതൊരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ശരി, നോക്കൂ ശ്രീ സുരേഷ്, ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു. മുഖ്യമന്ത്രി ഒരു പബ്ലിക് ഫംഗ്ഷനാണ് പങ്കെടുത്തത് എന്ന് ഞാൻ വസന്തനോട് പറയുന്നത് അങ്ങും കേട്ടിട്ടുണ്ടാകും. പക്ഷേ പൊതു ഇടത്തിൽ വളരെ വ്യക്തിപരമായ സൗഹൃദ സന്ദർശനങ്ങൾ, അതിനപ്പുറത്ത് പോറ്റിയുടെ വീട്ടിൽ പോറ്റിയുടെ അച്ഛനെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് അടക്കമെത്തുന്ന ഇത് നോക്കൂ, ആരാണ് ഇപ്പോൾ രാജു എബ്രഹാമിനാകട്ടെ കടകംപള്ളി സുരേന്ദ്രനാകട്ടെ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതുണ്ട്. നോക്കൂ, ഇത്രയും വലിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഇടത്തു നിന്നാണ് ഇദ്ദേഹത്തിന് ഈ പ്രിവിലേജ് മുഴുവനും കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ അധികാരത്തിന്റെ ഇടനാഴികളിൽ അവതാരങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ അവതാരങ്ങളെ കണ്ട് കണ്ണു തള്ളിയിരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്? നോക്കൂ, അതിനു മുമ്പ് ഒരു 2 മിനിറ്റ് എടുത്തുകൊണ്ട് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ, BJP-യുടെ പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മറുപടി പറയാൻ വേണ്ടി എന്നെ അനുവദിക്കണം. ഒന്ന്, അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് അന്തം വിട്ട മന്ദൻ എന്തും ചെയ്യുമെന്നാണ്. എനിക്ക് തോന്നുന്നു ആ പഴമൊഴി ഇപ്പോൾ വളരെ കറക്റ്റാകുന്നത് അന്തം വിട്ട കോൺഗ്രസ് എന്തും ചെയ്യുമെന്ന് നമ്മൾ തിരുത്തി വായിക്കേണ്ടുന്ന സന്ദർഭമാണ് ഈ വർത്തമാനകാലം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യമായി നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം ഒരു പൊളിറ്റിക്കൽ ഗിമിക്ക് മാത്രമായി അവശേഷിക്കുകയാണ്. ഇത് ജനങ്ങളുടെ മുൻപാകെ പറയാൻ ഒരു ഓപ്പൺ ഡിസ്കഷനെ നിങ്ങൾ ഭയപ്പെട്ട് നിങ്ങളിന്ന് ഒളിച്ചോടിയ ദിവസമാണ് എന്നത് കോൺഗ്രസിൻ്റെ പ്രതിനിധി കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ പിണറായിക്കൊപ്പമുള്ള ചിത്രത്തെ സംബന്ധിച്ച്, പിണറായിക്കൊപ്പം ഒരു ചിത്രം നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം വേണ്ടി വരും. പക്ഷേ സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രത്തിന് ഒറിജിനാലിറ്റി മാത്രമാണ് അതിൻ്റെ പിൻബലം എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. മറ്റൊന്ന്, ഈ പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രൈം മിനിസ്റ്റർ വരെയുള്ള ആളുകൾ അവരുടെ ഔദ്യോഗികവും അനൗദ്യോഗികവുമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കൽ എന്ന ഒരു പ്രക്രിയ നമുക്ക് മുന്നിലുണ്ട്. എത്ര ബാലിശമായിട്ടാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയും BJP-യുടെ പ്രതിനിധിയും ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ ഇപ്പോൾ മിക്കവാറും എല്ലാവരും പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ, ജനപ്രതിനിധികളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പ്രധാനപ്പെട്ട നിലയിൽ നിൽക്കുന്ന ആളുകൾ, അവരവരുടെ സാന്നിധ്യം പല കുടുംബപരമായിട്ടുള്ള ഫംഗ്ഷനുകളിലും മറ്റ് ചടങ്ങുകളിലുമൊക്കെ തന്നെ നമ്മൾ ക്ഷണിക്കാറുണ്ട്, നമ്മളവിടെ പോകാറുമുണ്ട്. പോകുമ്പോൾ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അതൊരു സന്തോഷവുമാണ്. ആ രൂപത്തിൽ 8 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കഴക്കൂട്ടം MLA ആയിരുന്ന ശ്രീ കടകംപള്ളിയെയും അന്ന് റാന്നി MLA ആയിരുന്ന ഇന്നത്തെ CPM-ൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ രാജു എബ്രഹാമിനെയും അദ്ദേഹത്തിൻ്റെ അച്ഛനുമായി ബന്ധപ്പെട്ട എന്തോ ചടങ്ങിന് അവിടെ വിളിച്ചു. സ്വാഭാവികമായും അതുവഴി ഒരു യാത്രയുണ്ടായിരിക്കുമ്പോൾ അവിടെ ഇറങ്ങുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സമയക്രമത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പരിപാടികളിൽ ഒന്നായി ആ ടൈം ടേബിളിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഈ രൂപത്തിൽ ഇടപെടുന്നത് സ്വാഭാവികമാണ്. അതല്ലാതെ 8-10 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ചെയ്തതുപോലെ സ്വാഭാവികമായി നിങ്ങൾ പറയുന്നത് CPM-ൻ്റെ നേതാക്കന്മാർ ചെയ്യുമ്പോൾ മാത്രം. അതിനു മുമ്പ് 1-2 പേർ കരിക്ക് കുടിച്ച ചിത്രങ്ങളുണ്ടല്ലോ നമ്മുടെ മുമ്പേ. നമുക്ക് അത് ഇതുമായി ബന്ധപ്പെടുത്തി ഉദാഹരിക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് മാധ്യമങ്ങളുടെ നിഷ്പക്ഷത. അത് നമ്മൾ തമ്മിൽ ഈ വിഷയത്തിൽ തർക്കമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന കാര്യമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളുടെ സാന്നിധ്യം ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ ചില ആളുകൾ അതൊരു അഭിമാനമായി കണ്ട് അല്ലെങ്കിൽ ഒരു ആഹ്ലാദകരമായ സന്ദർഭമായി കണ്ട് അവരെയൊക്കെ ക്ഷണിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. ഭാവിയിൽ അതിൻ്റെ കോൺസിക്വൻസസ് ഇത്രമാത്രം ഭീകരമായി വരും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതുകൂടെ നാം ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ MLA-മാർ, നമ്മുടെ ജനപ്രതിനിധികൾ, നമ്മുടെ മന്ത്രിമാർ ഒക്കെ കല്യാണത്തിനും മറ്റു ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ എത്രയോ ആളുകളെന്നറിയാമോ
നിന്ന് സെൽഫി എടുക്കുന്നത്. ഈ സെൽഫി എടുക്കുന്നവരിൽ ആരെങ്കിലും പിൽക്കാലത്ത് ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ പെട്ടാൽ ഇപ്പോൾ ഈ ആളുകൾ അതിന് മറുപടി പറയേണ്ടി വരുന്ന ഒരു വല്ലാത്ത ദുരന്തപൂരിതമായ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിരോധാഭാസം എന്നതുകൂടി നാം ഈ അവസരത്തിൽ കാണേണ്ടതായിട്ടുണ്ട്. പിന്നെ പാരഡി പാടുന്നത് ഇന്നാണ് നിയമസഭയ്ക്കകത്ത് അതിന് ഏറ്റവും ആപ്റ്റായി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇത്രയും ഉരുളയ്ക്കുപ്പേരി പോലെ ഒരു ഗാനം കൂടെ പാടാൻ കഴിവുള്ളയാളാണെന്ന് അറിഞ്ഞതിൽ ഞങ്ങൾ പാർട്ടി അണികൾ അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിൽ അഭിമാനിക്കുകയാണ്. പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് ചോദിച്ചപ്പോൾ അത് വളരെ വസ്തുതാപരമായി അത് കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് പറഞ്ഞത് വളരെ കൃത്യമാണ്. നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ കടന്നുവരവ്, അദ്ദേഹത്തിൻ്റെ ആഗമനം ഏത് കാലത്തായിരുന്നു, ആരുടെ കൈപിടിച്ചായിരുന്നു എന്നുള്ളത് വസ്തുനിഷ്ഠമായി നാം അന്വേഷിക്കണം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ആരുടെ കൈപിടിച്ചാണ് അദ്ദേഹം ശബരിമലയുടെ ഈ ഇവിടേക്ക് കടന്നു വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം പുറത്തു വരുമെന്നായപ്പോൾ കൂകി ബഹളം വയ്ക്കുകയാണ്, കൂവിത്തോപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എത്ര കാലം നിങ്ങൾക്ക് ഇതിന് കഴിയും? കേരളത്തിലെ പ്രബുദ്ധരായ ജനത ഈ കൂവിത്തോപ്പിക്കൽ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഒരു വശത്ത് കൂടി അണികളെ ഇളക്കി വിട്ട് അക്രമ സമരങ്ങൾ ഉണ്ടാക്കുക, മറുവശത്ത് നിയമസഭയ്ക്കകത്ത് ഒളിച്ചോടുക, പുറത്തിറങ്ങി പുകപടലം സൃഷ്ടിക്കുന്നത് പോലെ കള്ളപ്രചാരവേല, ഒരു കള്ളം 100 തവണ പറഞ്ഞാൽ സത്യമായി തീരുമെന്ന ഗീബൽസിന്റെ തന്ത്രം വളരെ ഫലപ്രദമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ തനിനിറം അധികം താമസിയാതെ പുറത്തു വരുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരു കാര്യം ബഹുമാനിയായ ശ്രീ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് പറഞ്ഞു ഒറ്റ കാര്യം ഒരു വരി അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കറിയാമോ 140 മണ്ഡലങ്ങളിലും BJPയുടെ നേതാക്കന്മാർ വീടാന്തരം കയറി ഇറങ്ങി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇത് വസ്തുതയാണ്. അവർ കയറുന്ന വീടുകൾ, നാളെ ആ വീട്ടിനകത്തുള്ള ആളുകൾ ഏതെങ്കിലും ഒരു ക്രിമിനൽ കുറ്റത്തിൽ ഭക്ഷണം കഴിക്കുന്നു, ഒരു ദിവസം പ്രഭാത ഭക്ഷണമെങ്കിൽ മറ്റൊരു ദിവസം ലഞ്ച്, മറ്റൊരു ദിവസം ഡിന്നർ, ഇങ്ങനെ പോവുകയാണ് അവരുടെ പ്രക്രിയ. ഈ ആളുകൾ ആരെങ്കിലും 8-10 വർഷം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പെട്ടാൽ ആ നേതാവ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിയാണെന്ന് പറയാൻ ശങ്കുട്ടി ദാസ് അന്ന് തയ്യാറാകുമോ? ഇതൊക്കെ സ്വാഭാവികമായും രാഷ്ട്രീയ രംഗത്തുള്ള ഒരു പൊതു പ്രക്രിയയാണെന്നുള്ള ഒരു ഏറ്റവും നിലവാരത്തിലുള്ള കാര്യമെങ്കിലും മനസ്സിലാക്കാതെ ബാലിശമായി ഇത്തരം ഗൗരവപൂർണ്ണമായ ചർച്ച നടക്കുന്ന വേദിയിൽ വന്നതെന്ന് പറയുന്നത് അങ്ങേയറ്റം അപമാനകരമാണ് എന്ന് മാത്രമേ എനിക്ക് സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. ശരി, പക്ഷേ ഈ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായോ ഈ മറ്റ് വീട്ടിലേക്ക് എത്തുന്ന സന്ദർശകരുടെയോ ഇനി വീട്ടിൽ ചെന്ന് കാണുന്നവരുടെയോ പട്ടികയിൽ പക്ഷേ കോൺഗ്രസുകാർ ഉൾപ്പെട്ടിട്ടില്ല എന്ന നിലപാട് CPM-കാർ ഉൾപ്പെട്ടിട്ടില്ല എന്ന നിലപാട് കോൺഗ്രസുകാർക്കും ഉണ്ടാകുന്നതാണ് അതിന്റെ വിരോധാഭാസം എന്നുകൂടി ഞാനിവിടെ പറഞ്ഞു വെക്കുന്നു. നോക്കൂ, അദ്ദേഹം ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്നാണ് എന്തിന് സോണിയാഗാന്ധിയെ കണ്ടു എന്നതിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു വിശദീകരണം വന്നിട്ടില്ല. നിങ്ങളുടെ MP-മാർ എത്ര പേരുണ്ട്? ഈ വിവാദം കേരളത്തിൽ കത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വാക്ക് ചോദിച്ചുകൂടെ? അത് ചോദിച്ചാൽ പരിഭവിക്കുമോ? അതിൽ പിണങ്ങുമോ? ഉഗ്രശാസനം ഉണ്ടാകുമോ? ഒരിക്കലും ഇല്ലല്ലോ. ഞങ്ങൾ ഉത്തരം പറഞ്ഞില്ലേ? എന്താണ് പറഞ്ഞത്? ഞാൻ ആദ്യം പറഞ്ഞ ഉത്തരത്തിൽ തന്നെ അത് ഉണ്ടായിരുന്നല്ലോ. നോക്കൂ, ഇപ്പൊ അദ്ദേഹം പറയുന്നു കടകംപള്ളി പോയി കണ്ടത് ഒരു MLA, ഒരു ജനപ്രതിനിധി എന്ന കണക്കിന് ആ വഴി പോയപ്പോൾ കയറിയതാണ്. ആ ചിത്രത്തിൽ നമുക്ക് കാണാം പോറ്റിയും അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളും മാത്രം, അതായത് ആ വീട്ടിൽ താമസിക്കുന്നവർ മാത്രമുള്ള ഒരു ഫംഗ്ഷനിൽ ഒരു ജനപ്രതിനിധി പോയി കയറുന്നത് ഏതെങ്കിലും ഒരു കല്യാണത്തിൽ 200-400 പേരെ വിളിച്ചിരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ പോയി കൈകൊടുത്ത് മടങ്ങി വരുന്നത് പോലെ അത്രമാത്രം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ തൽക്കാലം നമുക്ക് സൗകര്യമുണ്ടാവില്ല. ഇനി അങ്ങ് ചോദിച്ച ചോദ്യം സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കട്ടെ, കടകംപള്ളിയുടെ നിയോജകമണ്ഡലത്തിലുള്ള ആളാണോ പോറ്റി? സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട കാര്യമാണോ? അതിന് ഉത്തരമാണ്. കേൾക്കൂ, സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് കടകംപള്ളിയുടെ നിയോജകമണ്ഡലത്തിലെ വോട്ടറാണോ പോറ്റി? അല്ല, അടൂർ പ്രകാശിന്റെ നിയോജകമണ്ഡലത്തിലെ അന്നത്തെ വോട്ടറാണ് പോറ്റി. അപ്പോൾ സ്വാഭാവികമായും ശബരിമല, അതാണ് ഞാൻ ആദ്യം തന്നെ ഉത്തരം പറഞ്ഞത്. ശബരിമല എന്ന് പറയുന്നത് ഇന്ത്യ ആകെ വലിയ അഭിമാനത്തോടു കൂടി കാണുന്നതാണ്. അവിടുത്തെ ഒരു വൈദിക ശ്രേണിയിൽ പെടുന്ന ഒരാൾ എന്ന കണക്കിന് അയാൾ ഭാവിക്കുകയും അയാൾ അങ്ങനെ ഒരു അപ്പോയിൻമെന്റ് ചോദിച്ചാൽ സ്വാഭാവികമായും ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു പക്ഷേ സോണിയാഗാന്ധി അപ്പോയിൻമെന്റ് കൊടുത്തിട്ടുണ്ടാവാം. ഇപ്പൊ ഇവര് പറഞ്ഞു ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു. സോണിയാഗാന്ധി സ്വാഭാവികമായും ശബരിമലയിലെ ഒരു പോറ്റി അപ്പോയിൻമെന്റ് ചോദിക്കുന്നു. എന്തിന്? അല്ല, അവർക്ക് അദ്ദേഹത്തിന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. സോണിയാഗാന്ധി അന്ന് UP-യുടെ ചെയർപേഴ്സൺ ആണ്, അവരെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. ഇനി ഞാൻ പറയുന്നത് ആയതുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണവും നടത്തണം. ഞാൻ ഒരു കാര്യം ചോദിക്കാം മാധുവിനോട്. അന്വേഷണം പറഞ്ഞിട്ടില്ല. കണ്ടു എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയമില്ല. എന്തിനു കണ്ടു എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ അതൊരു കാഷ്വൽ മീറ്റിംഗ് മാത്രമാണ് എന്നതാണ് ഞങ്ങളുടെ ടേക്ക്. ഇനി അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം. ഞങ്ങൾക്ക് ഇതല്ലേ, ഞങ്ങൾക്ക് അതായത് V. ശിവൻകുട്ടി പറഞ്ഞ പോലെ അന്വേഷണത്തിന്റെ പരിധിയിൽ സോണിയാഗാന്ധി വരണം. വന്നോട്ടെ,
വരണമെങ്കിൽ വന്നോട്ടെ. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ടേക്ക് ഇറ്റ് വാസ് എ കാഷ്വൽ മീറ്റിംഗ്. ഒരിക്കലല്ലോ. ശബരിമലയിലെ ഒരു പോറ്റി അയാളുടെ നിയോജകമണ്ഡലത്തിലെ ഒരു MLA-യും കൂട്ടി സോണിയാഗാന്ധിയെ കാണാൻ ആഗ്രഹിച്ചാൽ അവർക്ക് കാണാൻ പറ്റും. ഇപ്പൊ മാധുവിന് സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് വേണം. ഈ പറയുന്നത് പോലെ അടൂർ പ്രകാശ് പറഞ്ഞത് തിരുവനന്തപുരത്ത് എന്റെ മണ്ഡലത്തിലെ വോട്ടർ ആയതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. അടൂർ പ്രകാശ് അങ്ങ് പറയുന്ന കാലഘട്ടത്തിൽ അടൂർ പ്രകാശിന്റെ മണ്ഡലത്തിലെ വോട്ടർ അല്ല, അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ആന്റോ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതും അങ്ങനെയാണ്. അന്ന് വോട്ടർ അല്ല വസന്തേ. ഇനി പറഞ്ഞു അല്ല, കണ്ടുപിടിച്ചോട്ടെ. ഞാൻ പറയുന്നത് ഞാനൊരു കാര്യം മാധുവിനോട് ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. കേന്ദ്ര ഏജൻസികൾ ഈ മറ്റേ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഒരു അറ്റം കിട്ടിയെന്ന് പറഞ്ഞു സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഏതാണ്ട് 48 മണിക്കൂർ ചോദ്യശാലയിൽ പിടിച്ചു നിർത്തിയ കേന്ദ്ര ഏജൻസികൾ ഇവിടെ ചോദ്യം നിലവിൽ ചെയ്തിട്ടില്ല. ഇവിടെ ഒരു അന്വേഷണ ഏജൻസിയുടെയും പരിധിയിലേക്ക് സോണിയാഗാന്ധി വന്നിട്ടില്ല. വളരെ ഡയറക്റ്റ് ആയ ചോദ്യമാണ്, എന്തിനു കണ്ടു? കാഷ്വൽ മീറ്റിംഗിന് എന്ത് കണ്ടു? അങ്ങനെ ഇരുന്നപ്പോൾ സോണിയാഗാന്ധിയെ കാണാൻ ഒരു മോഹം ഉണ്ടായിട്ട് പോയി കണ്ടോ? അല്ല, ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ ടേക്ക് പറഞ്ഞു. ഇനി അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞേ ശബരിമല കടകംപള്ളി കണ്ടത് കാഷ്വൽ മീറ്റിംഗ് അല്ലല്ലോ. ആയതുമായി ബന്ധപ്പെട്ട് SIT കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കടകംപള്ളിയെ ചോദ്യം ചെയ്ത് സാക്ഷിയാണോ അതോ പ്രതിയായാണോ? കടകംപള്ളിയോട് അപ്പൊ ആ അന്വേഷണത്തിന്റെ റഡാർ അദ്ദേഹം എന്ത് പറഞ്ഞു ഞാനാണോ പറയണ്ടേ? SIT-യോട് ചോദിക്കണം. അതായത് അന്വേഷണത്തിന്റെ റഡാറിൽപ്പെട്ട ആളാണ് കടകംപള്ളി. എന്നാൽ സോണിയാഗാന്ധി അങ്ങനെയല്ല, ആ റഡാറിലേക്ക് വരാം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കേന്ദ്ര ഏജൻസികൾക്ക് ഈ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ അറ്റം കിട്ടിയാൽ പിടിച്ച് ചോദ്യം ചെയ്യാൻ കാത്തിരിക്കുന്ന സോണിയാഗാന്ധിയെ ഈ വിഷയത്തിൽ ഒരു കേസ് ഒരു സെപ്പറേറ്റ് FIR എടുക്കാനൊന്നും വലിയ പാടൊന്നുമില്ല. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അഡ്വക്കേറ്റ്സ്, അവർ പറയട്ടെ, ഞാനടക്കം. അപ്പോൾ എന്നിട്ടും അതിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഇതിൽ തൂണിന്റെയോ തുരുമ്പിന്റെയോ ഒരു ആരോപണത്തിനപ്പുറത്ത് തൂണിന്റെയോ തുരുമ്പിന്റെയോ യാതൊരുവിധ പിന്തുണയും ഈ ആരോപണത്തിനില്ല. ഇനി ഒരു കാര്യം, BJP ഉത്തരം പറയാതെ വയ്യ. അദ്ദേഹം പറഞ്ഞത് ഹിമന്ത് വിശ്വ ശർമ്മ അല്ല, അതിന് ഉത്തരം വസന്തിനോട് ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, അങ്ങേക്ക് മനസ്സിലായില്ല എന്ന് അങ്ങ് ആവർത്തിച്ചു പറയുന്നത്. ഞാൻ സോണിയാഗാന്ധിയെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് കടകംപള്ളിയെ കുറിച്ചാണ്. ചെയ്തു കഴിയട്ടെ. അപ്പോ ഇന്ന് കടകംപള്ളി പറഞ്ഞത് എന്താ? സോണിയാഗാന്ധി എന്റെ സമാനമായ അവസ്ഥയിലാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ അങ്ങെങ്ങനെ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയെ ഡിഫെൻഡ് ചെയ്യുന്നോ അങ്ങനെ തന്നെ അവർക്കും ഡിഫെൻഡ് ചെയ്യാം. ഇതെന്താണ് അവർ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് നിങ്ങൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് അവരും പറയും. അങ്ങനെ ഒരു 20 സെക്കൻഡ് ഇടപെടാതെ തന്നാൽ മതി. ഒന്ന്, കടകംപള്ളി സുരേന്ദ്രൻ ഈ തട്ടിപ്പ് നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാണ്. ആ മന്ത്രിയുടെ കീഴിൽ ഉണ്ടായിരുന്ന 2 ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ പ്രതി ചേർക്കപ്പെട്ട് ഇന്ന് ഉള്ളിലാണ്, ജുഡീഷ്യൽ റിമാൻഡിലാണ്. ആയതുമായി ബന്ധപ്പെട്ട് ഈ മാസം തന്നെ 3 ഹൈക്കോടതി വിധികൾ വന്നിട്ടുണ്ട്. അതെല്ലാം ബെയിൽ ഡിനൈ ചെയ്യപ്പെട്ടതാണ്. ബെയിൽ ഡിനൈ ചെയ്യപ്പെടുക എന്ന് വെച്ചാൽ ആ പ്രതിപട്ടികയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സംശയത്തിന്റെ പോലും ആനുകൂല്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ആയതുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന കൊള്ളയിൽ ദേവസ്വം ബോർഡിന്റെ മന്ത്രി എന്ന നിലയിലാണ് ഞങ്ങൾ അയാളെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അയാളെ ഈ റഡാറിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത്. സോണിയാഗാന്ധി ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായിരുന്നോ? ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന ആളാണോ? ഇനി ഒരു കാര്യം, അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ അന്വേഷിക്കണമെങ്കിൽ, അങ്ങനെ അന്വേഷിച്ചവർക്ക് മതിയാവുകയുള്ളെങ്കിൽ അവരന്വേഷിക്കട്ടെ. എന്നാൽ ജുഡീഷ്യൽ റിമാൻഡിൽ 3 CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇരിക്കെ, അതിൽ 2 പേർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരായിരിക്കെ BJP പ്രതിനിധിക്ക് ഉത്തരം പറയണം. അദ്ദേഹം നേരത്തെ ഹിമന്ത് വിശ്വ ശർമ്മയുടെ കാര്യം പറഞ്ഞു. അയാൾ പറഞ്ഞത് എന്താണ്? സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാതെയാണ് ഹിമന്ത് വിശ്വ ശർമ്മ BJP ചേർന്നത്. അങ്ങനെയല്ല കേട്ടോ. ഒന്ന്, ശാരദ ചിറ്റ് ഫണ്ട്, ലൂയിസ് ബർജർ ബ്രൈവറി കേസ്, ED 4 കേസ് എടുത്തു. അയാൾ BJP ചേർന്നു, 4 കേസും കോഷ് ചെയ്തു. അങ്ങനെയാണ് അയാൾ BJP ചേർന്നത്. അടുത്ത ശങ്കുട്ടിദാസ്, ഇതിപ്പോ നിയമസഭയിലേക്ക് വിഷയം വരുമ്പോഴേക്കും അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ 2 പാർട്ടികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിരോധിക്കാനുള്ളൊരു സാഹചര്യമുണ്ടായി. അങ്ങ് ഇതൊരു സ്തംഭനാവസ്ഥയിലേക്ക് എത്തി എന്നിടയ്ക്ക് പറയുന്നത് കേട്ടു. പക്ഷെ തന്ത്രി അറസ്റ്റിലാവുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പിന്നീട് ഏറെ മുന്നോട്ട് പോയി. മറ്റൊന്ന്, കൊടിമരവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനമുണ്ടായി. ED-യുമായി ബന്ധപ്പെട്ട് ഡെവലപ്മെന്റ് ഉണ്ടായി. സംസ്ഥാനത്ത് വ്യാപകമായ റെയ്ഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് 4 or 5 പേർ ഇപ്പോഴും അറസ്റ്റിന്റെ റഡാറിലാണ് തുടങ്ങിയ വാർത്തകൾ വരുന്നുണ്ട്. ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു നിശ്ചലാവസ്ഥയുണ്ടായി എന്ന കാര്യത്തിലുള്ള ആരോപണം അത് ഇല്ലാതായിട്ടുണ്ടോ? നോക്കൂ, കേസ് നിശ്ചലാവസ്ഥയിലായി, മരവിച്ച അവസ്ഥയിലാണെന്ന് പറഞ്ഞത് BJP-യോ ഞാനോ അല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് പറഞ്ഞത്. ഇതിലൊരു പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ
ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് പറഞ്ഞത് കേസ് അട്ടിമറിക്കപ്പെട്ട സാഹചര്യത്തിലാണ്, മരവിച്ച നിലയിലാണെന്ന് പറയുന്നത്. എന്നാൽ അതിനുശേഷം ഈ കേസ് ആദ്യം മുതലേ പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും 6 ആഴ്ചത്തെ എക്സ്റ്റൻഷൻ പീരീഡും കൊടുത്തു. അതിനുശേഷം കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ സംശയത്തിന്റെ മുനയിൽ നിന്നിരുന്ന, ആദ്യഘട്ടത്തിൽ തന്നെ ആരോപണ വിധേയരായിരുന്ന, ആദ്യഘട്ടത്തിൽ തന്നെ എന്താ പറയുക ചോദ്യം ചെയ്യലിന് വിധേയരായിട്ടുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉൾപ്പെടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിട്ടുള്ള PS പ്രശാന്തിനെ പോലെയുള്ള ആളുകളിലേക്കുള്ള അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. PS പ്രശാന്തുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻ ഉണ്ട്. ഹി ഡിഡ് എ കവർ അപ്പ് ഓപ്പറേഷൻ ഇൻ 2025. അതായത് 2019 നടത്തിയിട്ടുള്ള സ്വർണ്ണക്കൊള്ള മറയ്ക്കാനും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള കവർ അപ്പ് ഓപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് 2024 വീണ്ടും ഇത് സ്വർണ്ണം പൂശാൻ വേണ്ടി തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. അത്രയും ഗുരുതര ആരോപണ സ്വഭാവത്തിലുള്ള ആളുകൾക്കെതിരെ ഒന്നും അറസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ വളരെ ആശങ്കയോട് കൂടി തന്നെയാണ് കാണുന്നത്. ഈ ചർച്ചയിലൂടെ ഉന്നയിക്കപ്പെട്ട 2 കാര്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾ എനിക്ക് സമയം തരുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന്, CPM പ്രതിനിധി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്ത്, ഈ കടകംപള്ളിയുടെ ഗൃഹസന്ദർശനത്തെ ലഘൂകരിക്കാൻ വേണ്ടി അദ്ദേഹം പറയുകയാണ് BJPയുടെ നേതാക്കന്മാരെല്ലാവരും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലവുമായി ബന്ധപ്പെട്ട് ഗൃഹസമ്പർക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വീടുകളിൽ പോകുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്, ലഞ്ച് കഴിക്കുന്നുണ്ട്. ഇവരിൽ ഏതെങ്കിലും ഒരാൾ നാളെ പ്രതിയായി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തം ഏൽക്കുമെന്ന്. എന്തൊരു വിചിത്രമായ, എന്തൊരു അസംബന്ധമായിട്ടുള്ള താരതമ്യമാണ് അദ്ദേഹം നടത്തുന്നതെന്ന് ഞാൻ അദ്ദേഹത്തെ തന്നെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, BJP ഭരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ എന്താ പറയുക പിൻവാതിൽ നിയമനത്തിലൂടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ഏജന്റിന്റെ വീട്ടിലാണ് ഈ പറയുന്ന BJP നേതാവ് പോകുന്നത്. പിന്നീട് അവിടെ നടന്നിട്ടുള്ള വലിയ ക്രമക്കേടിനും അഴിമതിയിലും ഇയാൾ പങ്കാളിയായിരുന്നു പുറത്തു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും BJPയുടെ നേതാവിന് ഉത്തരവാദിത്വം വരും. സാധാരണ ഒരാളുടെ വീട്ടിലേക്ക് ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വേണ്ടി പോകുന്ന പോലെയല്ല അത് ചെയ്യുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയാണ്. ഇയാൾ ദേവസ്വത്തിന് കീഴിലുള്ള ശബരിമല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ഒരു കീഴ്ശാന്തിയുടെ അസിസ്റ്റന്റ് എന്നുള്ള നിലയിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ തരത്തിലുള്ള വലിയ തരത്തിലുള്ള അട്ടിമറിക്ക് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകൾ നടത്തുകയാണ്. പിൽക്കാലത്ത് അയാളാണ് ആ പറയുന്ന അട്ടിമറിയുടെ നേതൃത്വം വഹിക്കുന്നത്. അയാൾ അറസ്റ്റിലാവുന്ന സമയത്ത് എന്തായിരുന്നു ഇവർ തമ്മിലുള്ള അടുത്ത ബന്ധം എന്നുള്ള ചോദ്യം വരില്ലേ? ഈ പറയുന്ന ആളെ വഴിയിൽ വെച്ച് കണ്ടതോ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ച് കണ്ടതോ അല്ലല്ലോ, അദ്ദേഹത്തിന്റെ വീട്ടിൽ അങ്ങോട്ട് പോയി കണ്ടിട്ടുള്ളതല്ലേ. സ്വകാര്യമായിട്ടുള്ള ഒരു ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായി ഒരു അച്ഛൻ്റെ പിറന്നാളിനോ മകൻ്റെ പിറന്നാളിനോ ക്ഷണിക്കണമെങ്കിൽ അവർ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധം വേണ്ടേ? അല്ലാണ്ട് നാട്ടിലെ മന്ത്രിമാരെ മുഴുവൻ നമ്മൾ വീട്ടിൽ നടക്കുന്ന പിറന്നാൾ ആഘോഷങ്ങൾക്ക് ക്ഷണിക്കാറുണ്ടോ? അപ്പോൾ അവർ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള അടുപ്പം ഉണ്ടായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അത് വിശദീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ല, വീട്ടിൽ പോയതുകൊണ്ട് ആളെ തൂക്കിക്കൊള്ളണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ പറയണം എന്തായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ പിറന്നാൾ ആഘോഷത്തിന് ക്ഷണിച്ചാൽ അവിടെ പോവേണ്ട കമ്പൽഷൻ എന്തായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനാണ്. ഇതേ കാര്യത്തിന് സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ എനിക്ക് ശ്രീ വസന്തിനോട് പറയാനുണ്ട്. വസന്ത് പറയുന്നത് എത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസിന്റെ നിലപാടാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട് കേട്ടോ. കാരണം ഇന്ന് നിയമസഭയിൽ സോണിയാഗാന്ധിയുടെ പേര് അനാവശ്യമായിട്ട് വലിച്ചഴക്കുന്നു. സോണിയാഗാന്ധിക്കെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. സോണിയാഗാന്ധിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതൊക്കെ വലിയ ഘോരമായിട്ടുള്ള അപരാധമായിട്ട് അതിനെതിരെയാണ് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. എന്നാൽ ചർച്ചയിലുള്ള വസന്ത് പറയുന്നത് സോണിയാഗാന്ധിക്കെതിരെ അന്വേഷണം നടത്തുന്നുകൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ്. നാളെ തൊട്ട് സോണിയാഗാന്ധിക്കെതിരെ അന്വേഷണം നടത്താം, അവരുടെ വീട്ടിൽ റെയ്ഡ് നടത്താം, അവരെ വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. ഈ കാര്യത്തിലൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു എതിർപ്പില്ല എന്നതാണ്. അപ്പോൾ കോൺഗ്രസിന് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് ഞങ്ങളുടെ നേതാവിന് ഈ ആളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അയാൾ ഇന്ന കാര്യത്തിന് വേണ്ടി മാത്രമാണ് അവരെ വന്ന് കണ്ടിട്ടുള്ളത്, അതിനപ്പുറത്തേക്കൊരു ട്രാൻസാക്ഷൻ അവർ തമ്മിൽ ഇല്ലെന്ന് കൺക്ലൂസീവായി പറയാൻ കോൺഗ്രസിന്റെ നേതാക്കൾക്കോ അവരുടെ വക്താക്കൾക്കോ സാധിക്കുന്നില്ല. അവർ പറയുന്നത് എന്താ, പൊതുസമൂഹത്തിൽ ഏതൊരാൾക്കും പറയാവുന്ന പോലെ ആ കാര്യം അന്വേഷിക്കട്ടെ, അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ എന്നാണ് പറയേണ്ടത്. ഇത് നിങ്ങൾ എന്താ പ്രൈമറി അഡ്മിഷനായിട്ട് വേണം കണക്കാക്കാൻ. പിന്നെ ഈ പറയുന്ന പോലെ ശബരിമലയിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് സോണിയാഗാന്ധിയെ നേരിട്ട് പോയി കാണാനൊന്നും സാധിക്കില്ല. ശബരിമല ക്ഷേത്രത്തെ പറ്റി അറിയുന്ന ആൾക്കാരൊന്നും ഇത് വിശ്വസിക്കില്ല. കാരണം ശബരിമലയിൽ എത്ര പൂജാരിമാരുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? ഏതാണ്ട് 100ഓളം ആളുകൾ. അവിടുത്തെ തന്ത്രിയുണ്ട്, തന്ത്രിയുടെ അസിസ്റ്റന്റായിട്ട് 3-4 ആൾക്കാരുണ്ട്. അവിടെ മേൽശാന്തി ഉണ്ട്, മേൽശാന്തിയുടെ കൂടെ ഒരു പരിവാരമുണ്ട്. അതേപോലെ തന്നെ ആളുകപ്പുറം മേൽശാന്തി ഉണ്ട്, അവിടെ ഒരു പരിവാരമുണ്ട്. അവിടെ കീഴ്ശാന്തിമാരുണ്ട്, കീഴ്ശാന്തിമാരുടെ അസിസ്റ്റന്റുമാരുണ്ട്. ഇങ്ങനെ ഏതാണ്ട് 50-100 ആളുകൾ അവിടെ ഈ പറയുന്ന പൂജാകർമ്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇതിലേതൊരാൾക്കും നാളെ സോണിയാഗാന്ധിയെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പം ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷെ അന്ന് ഈ പറയുന്ന UPA ചെയർമാനായിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞെങ്കിൽ സോണിയാഗാന്ധി ആക്ച്വലി ഡിഫാക്ടോ പ്രൈം മിനിസ്റ്റർ ഓഫ് ദ കൺട്രി ആയിരുന്നു. UPA എന്ന് പറയുന്നത് എന്താണ്, ഈ രാജ്യം ഭരിച്ചിരുന്ന മുന്നണി, ആ മുന്നണിയുടെ നേതാവായിരുന്ന ആള്, എക്സ് കാറ്റഗറി സുരക്ഷയുണ്ടായിരുന്ന ആള്, നാഷണൽ ഒരു എല്ലാ തരത്തിലുള്ള ഭരണഘടനാ സമിതികൾക്കും മേലെ മറ്റൊരു ഭരണഘടനാ സമിതി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചെയർമാനായിരുന്നിരുന്ന ഒരാളെ ശബരിമലയിലെ കേവലം ഒരു കീഴ്ശാന്തിയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാൾക്ക് കാഷ്വൽ പർപ്പസിന് പോയി കാണാൻ പറ്റുമെന്ന് പറയുന്നത് അപാരമായിട്ടുള്ള നിഷേധമാണ്. കേൾക്കുന്ന ആളുകളുടെ
സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണത് എന്നത് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഇത്രയും കാലമായിട്ട് ഇവിടെ ആരോപണം ഉണ്ടായി. ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം എന്താണ്? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആരോപണം എന്താണ്? അതായത് സോണിയാഗാന്ധിയുടെ സഹോദരിയായിട്ടുള്ള അലക്സാണ്ട്രിയ എന്ന് പറയുന്ന ആൾക്ക് ഇറ്റലിയിൽ 2 കരകൗശല വസ്തുക്കൾ ആന്റീക്കുകൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. ആ ഷോപ്പുകളിൽ ഒന്ന് റിവോൾട്ടയിലുള്ള എത്നിക്ക എന്ന പേരുള്ള ഒരു ഷോപ്പാണ്. രണ്ടാമത്തത് ഒർബസാനോയിലുള്ള ഗണപതി എന്ന പേരുള്ള ഷോപ്പാണ്, ആന്റിക് ഷോപ്പാണ്. ഈ ഗണപതി എന്ന് പറയുന്ന ഷോപ്പ് എക്സ്ക്ലൂസീവ്ലി ഇന്ത്യൻ ഐറ്റംസ് വിൽക്കുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് ക്ഷേത്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പുരാവസ്തു മൂല്യമുള്ള ആന്റിക് ഐറ്റംസ് വിൽക്കുന്ന ഒരു സ്ഥാപനമാണുള്ളത്. മുന്നേ രാജ്യസഭാംഗമായിരുന്ന സുബ്രഹ്മണ്യം സ്വാമി എന്ന് പറയുന്ന ആൾ സോണിയാഗാന്ധിക്കെതിരെ ഓൺ റെക്കോർഡ് ഉന്നയിച്ചിട്ടുള്ള ആരോപണമാണ്. സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയുടെ ഭാര്യയായിരിക്കുന്ന സമയത്തും UPA ചെയർമാൻ ആയിരിക്കുന്ന സമയത്തും തൻ്റെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ഇന്ത്യയിൽ നിന്ന് ധാരാളം ആന്റീക്കുകളും പുരാവസ്തു മൂല്യമുള്ള സംഗതികളും എയർപോർട്ടിലൂടെ കടത്തുകയും ഇറ്റലിയിൽ എത്തിക്കുകയും തൻ്റെ സഹോദരിയുടെ സ്ഥാപനത്തിലൂടെ അത് വിറ്റഴിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു ആരോപണം പബ്ലിക് റെക്കോർഡിൽ നിൽക്കുന്ന സമയത്ത് സോണിയാഗാന്ധിയെ ഇത്തരത്തിലൊരാൾ, അത് കേവലം ഡൽഹിയിൽ പോയ സമയത്ത് ഒന്ന് ഓടിപ്പോയി കയറിയതല്ല, കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ സഹായത്തോടു കൂടി അവരുടെ സാന്നിധ്യത്തിൽ പോയി കാണുകയും അവരുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുകയും അവരുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുകയും എക്സ് കാറ്റഗറി സുരക്ഷയുള്ള ഒരാളുടെ ഇത്രയും അടുത്ത് ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരണമെങ്കിൽ അയാൾക്ക് എന്ത് തരത്തിലുള്ള സ്വാധീനമാണ് ഉണ്ടായിരുന്നതെന്ന് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അത് അന്വേഷിച്ച് കണ്ടെത്തിക്കോട്ടെ എന്ന് പറയാൻ കോൺഗ്രസിന്റെ ആവശ്യമില്ല. അത് പൊതുസമൂഹത്തിന്റെ മുഴുവൻ ആവശ്യമാണ് അത് അന്വേഷിക്കണം എന്നുള്ളത്. നിങ്ങൾ അതിന്റെ ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ്. എന്താണ് കണ്ടതെന്ന് വിശദീകരിക്കലാണ് നിങ്ങളുടെ പണി. അത് നിങ്ങൾക്ക് ഇതുവരെയും ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല നിങ്ങളുടെ നേതാക്കളെല്ലാം ആ ചോദ്യത്തെ ഇവേഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നിങ്ങളെ കൂടുതൽ സംശയത്തിന്റെ മണയിലാക്കുന്നുണ്ട്. ശരി, ശ്രീ D. സുരേഷ് കുമാർ, ഇപ്പൊ നോക്കൂ, PS പ്രശാന്തിനെതിരായ പരാമർശത്തെക്കുറിച്ച് ശ്രീ ശങ്കുട്ടിദാസ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. VN വാസവനെതിരെ ഉള്ള ആരോപണത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇത് നോക്കൂ, അതായത് 2019 ഉണ്ടായ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഇപ്പോഴത്തെ, അതായത് ഇതുണ്ടായ സമയത്ത് ജയകുമാറിന് മുൻപ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെയും രാജിവെപ്പിക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു CPM. ഇത് ഒരു മുന്നണി നേതൃത്വം നൽകുന്ന സർക്കാരല്ലേ? ഈ മുന്നണിയുടെ തീരുമാനപ്രകാരം മന്ത്രിസ്ഥാനത്തേക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എത്തിയവരല്ലേ? ഈ പറയുന്ന N. വാസുവിനെതിരെ കോടതി ഇന്നും പുറപ്പെടുവിച്ചിരിക്കുന്ന വിമർശനങ്ങൾ എന്താണ്? നിങ്ങൾ സൂക്ഷിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരല്ലേ എന്നുള്ളതല്ലേ? എത്ര കോടതി കയറി പത്മകുമാറും N. വാസുവും ഒക്കെ ഇതുവരെ ഒന്ന് പുറം ലോകം കാണാൻ സാധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത്? ഇപ്പോ നിങ്ങളുടെ മന്ത്രി പാട്ടുപാടിയതിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ അഭിമാനബോധമുണ്ട് എന്ന് പറയുന്നു. സ്വന്തം നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ പാട്ടുപാടാൻ കഴിയുന്ന മാനസിക വികാസത്തെ ഓർത്ത് ഞാനും അത്ഭുതപ്പെടുന്നു. അല്ല, അതിനു മുമ്പ് ഒരു ചെറിയൊരു കാര്യത്തിന് മറുപടി പറഞ്ഞോട്ടെ. ഇവിടെ ഈ സോണിയാഗാന്ധിയുടെ സന്ദർശനത്തെ സംബന്ധിച്ച് ബഹുമാന്യായ മാധു കോൺഗ്രസ് പ്രതിനിധിയോട് ആവർത്തിച്ച് എന്തിന് എന്ന പ്രസക്തമായ ചോദ്യം ചോദിച്ചു. ഒരു മറുപടി അദ്ദേഹം ചോദ്യം ചോദിച്ചയാളിനെ ഇളിഫ്യതയോടുകൂടി കണ്ടതല്ലാതെ ഒരു മറുപടി അദ്ദേഹത്തിന് പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? അദ്ദേഹം എന്നിട്ട് പറയുന്നത് കടകംപള്ളിയുടെ സന്ദർശനത്തിൽ ട്രാൻസ്പെറൻസി ഇല്ല, സോണിയാഗാന്ധിയുടെ സന്ദർശനം അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ ചെന്ന് കണ്ടത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് എന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അദ്ദേഹം പറഞ്ഞതിൻ്റെ ലോജിക്ക് എനിക്കെന്ന് മാത്രമല്ല കേട്ടിരുന്ന ഒരു പ്രേക്ഷകനും മനസ്സിലാക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇതാണ് കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക, ഇതിങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കോടതിയുടെ ചില ഇടപെടലുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പരാമർശങ്ങളെ സംബന്ധിച്ച് വളച്ചൊടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. കോടതി പറഞ്ഞ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വസ്തുനിഷ്ഠമായി പറയാൻ വേണ്ടി തയ്യാറാകണം. കോടതി എന്താ പറഞ്ഞത്? ഈ കേസിനകത്ത് ബാഹ്യ ഇടപെടലില്ല എന്ന് കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സർക്കാരിനും ഈ ഗവൺമെൻറ്റിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പ്രത്യേകിച്ച് CPM-നുമൊക്കെയുള്ള അംഗീകാരം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇവർ ആവർത്തിച്ച് പൊതുജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ അന്വേഷണത്തിൽ SIT-യിൽ കോടതിയിൽ അനാവശ്യമായി സർക്കാരും അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രതിനിധികളും ഇടപെടുന്നു എന്ന പച്ചക്കള്ളം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതെന്ന് പറയാൻ നേതൃത്വം കാണിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളതാണ് ഏറ്റവും നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്നാണ് കോടതി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. ചില കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അന്തിമമായി കോടതി ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ ആളുകളുടെ ഇൻവോൾവ്മെൻറ്റ് അത് ഏത് രൂപത്തിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത വരാനും ഇനിയും
ഒരല്പം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുടെ ഇൻവോൾവ്മെൻറ്റ് നെഗ്ലിജൻസ് ആണോ, അതിനപ്പുറത്തേക്ക് അവർ ക്രിമിനൽ കോൺസ്പിറസിയിൽ പങ്കാളികളായിട്ടുണ്ടോ, അതല്ല എങ്കിൽ ഈ കുറ്റകൃത്യത്തിൽ തന്നെ ഇത് അസ്വാഭാവികമായ ഒരു കോടതി നടപടിയിലൂടെ ഉണ്ടായ കേസാണ്. ഒരു മിനിറ്റ്, SIT അന്വേഷിച്ച് റിപ്പോർട്ട് നൽകി കോടതി അതിൽ വിധി പറയുക എന്ന് പറയുന്ന സാഹചര്യമല്ല ഉണ്ടാകുന്നത്. കോടതി കൃത്യമായി ഇതിലൊരു എൻക്വയറി നടത്തി അതിന്റെ കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസാണ്. അതുകൊണ്ട് പിന്നീട് വരുന്ന ഡെവലപ്മെന്റ് എന്നതിനപ്പുറത്ത് ഈ SITക്ക് രൂപം നൽകുമ്പോൾ, അതിനു മുൻപ് വിജിലൻസ് അന്വേഷണം നടത്തുമ്പോഴൊക്കെ കോടതി ഈ മഹസറുകൾ അടക്കം വിളിച്ചു വരുത്തി ഇതിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ തരത്തിലുള്ള കൊള്ള അവിടെ നടക്കുന്നത് ഉദ്യോഗസ്ഥരും മേൽഭരണ നേതൃത്വവും അറിയാതെയാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നത് വ്യക്തമാക്കിയതിനു ശേഷമാണ് അന്വേഷണം. അല്ലാതെ ഇവിടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ട് അപ്പുറത്തേക്ക് പോയി പിന്നീട് SIT അങ്ങനെയല്ല. അതുകൊണ്ട് പിന്നീട് അത് വരട്ടെ എന്ന് പറയുന്നത് ഇത് കോടതി കണ്ടുപിടിച്ച് കോടതി സ്വമേധയാ നമ്മൾ പറയുമ്പോൾ ചില ഭാഗങ്ങൾ അടർത്തി മാറ്റി പറയരുത്. മാധു, നമ്മൾ പറയുമ്പോൾ ചില ഭാഗങ്ങൾ അടർത്തി മാറ്റി അല്ലെങ്കിൽ ബോധപൂർവ്വം അതിനെ ഹിഡൻ ചെയ്തുകൊണ്ട് പറയരുത്. ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെന്റിന്റെ അഫിഡവിറ്റും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് ഇത് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം എന്ന് തന്നെയായിരുന്നു. അതല്ലാതെ ഈ അന്വേഷണത്തിന് എവിടെയെങ്കിലും എതിർപ്പ് നിൽക്കുന്ന സ്വഭാവം ഒരു കാരണവശാലും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അല്ല, സർക്കാർ എവിടെയെങ്കിലും എതിർത്തിരുന്നു? സർക്കാർ എതിർത്തിരുന്നു. സർക്കാരിന്റെ അഫിഡവിറ്റിനകത്ത് വളരെ കൃത്യതയോടുകൂടി അന്വേഷണം ഉണ്ടാകണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടത്. അല്ല, സർക്കാരിന്റെ ആവശ്യപ്രകാരം അല്ല അന്വേഷണം ഉണ്ടായത്. സർക്കാരിന് കോടതി അന്വേഷണ SIT രൂപീകരിച്ചതിന് ശേഷം സർക്കാരിന് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? സർക്കാർ ഒരിടത്ത് നിങ്ങൾ ഇങ്ങനെ അല്ല സർക്കാർ ഈ പറയുന്ന അഭിപ്രായ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ എവിടെയൊക്കെയോ സർക്കാർ എതിർപ്പുളവാക്കി എന്ന നിലയിലേക്ക് വരും. ഇവിടെ ഒരു വരി ബഹുമാനപ്പെട്ട ശ്രീ ശങ്കുട്ടി ദാസ് ഒന്നൊന്ന് പറഞ്ഞോട്ടെ, ശങ്കുട്ടി ദാസ് പറഞ്ഞു വെക്കുകയുണ്ടായി, ബഹുമാന്യനായ മുൻ ദേവസ്വം പ്രസിഡന്റ് ശ്രീ പ്രശാന്തിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ തള്ളിയെന്ന്. ഞാൻ കരുതി മാധു അതിനകത്ത് ഇടപെടുമെന്നാണ് കരുതിയത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് പ്രേക്ഷകരെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ രൂപത്തിലുള്ള വർത്തമാനം പറഞ്ഞു വെക്കുന്നത്? ഇത് തെറ്റായ ഭീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം ചെയ്യുന്നതല്ലേ? ബഹുമാനപ്പെട്ട ദേവസ്വം പ്രസിഡന്റ് എന്താണ് അത് അങ്ങനെ പറയാൻ കാരണം? നോക്കൂ, ആന്റിസിപ്പേറ്ററി ബെയിൽ സുപ്രീം കോടതി തള്ളിയത് ശങ്കർദാസിന്റെ ആയിരുന്നു. ഈ PS പ്രശാന്തിനെതിരെ പരാമർശം വന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വിധിയിലാണ്. പറഞ്ഞപ്പോൾ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. മാത്രമല്ല താങ്കൾ പറഞ്ഞത് PS പ്രശാന്തിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ തള്ളി എന്നാണ് താങ്കൾ പറഞ്ഞത്. അത് താങ്കൾ നിരുപാധികം പിൻവലിക്കാൻ ഓക്കെ അല്ലല്ല, ഇതാണ് ഇതിനകത്തെ പ്രശ്നം. എന്റെ ഇത്രയും വർഷകാലം ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് കേട്ടോ ഒരാൾ പറഞ്ഞൊരു കാര്യം തിരിച്ചെടുക്കുന്നത്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. അത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ, പകൽ പോലെ വെളിച്ചത്തിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇതല്ലാതെ മറ്റൊരു ഉപാധി വേറെ ഉപാധി ഇല്ലല്ലോ മാധു. അങ്ങനെ നമ്മൾ വെള്ളം പൂശരുത്. അല്ലല്ല, നമ്മളിങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ചില കാര്യങ്ങൾ വരികൾക്കിടയിലൂടെ പറഞ്ഞു പോകുമ്പോൾ പ്രേക്ഷക സമൂഹം ചിന്തിക്കുന്നത് എന്താണ്? ആന്റിസിപ്പേറ്ററി ബെയിൽ തള്ളിയ ഒരാൾ പുറത്തു നിന്ന് വിലസുകയാണെന്നുള്ള നിലയിലേക്കല്ലേ കാര്യങ്ങൾ. വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമായിരുന്നു. ശരി, അദ്ദേഹം അത് പിൻവലിച്ചു. അത് നിർത്തൂ, അത് ശരിയാണ്, അതൊരു പിഴവാണ്. ഇനി അങ്ങ് പറയൂ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. യെസ്, ഓക്കെ, നിർത്തി. ഇനിയുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സർക്കാർ ഉൾപ്പെടെ ഒരിടത്തും ഈ അന്വേഷണത്തിന് എതിര് നിൽക്കുകയോ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല എന്ന് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട കോടതിയാണ്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്. അത് നമ്മൾ പലപ്പോഴും ഹിഡൻ ചെയ്യുകയോ അല്ലെങ്കിൽ ബോധപൂർവം അത് വിട്ട് മറ്റു കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അത് ശരിയല്ല. സർക്കാർ ഇക്കാര്യത്തിൽ സർക്കാരിനൊന്നും മറച്ചു വയ്ക്കാനില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഈ വിഷയം റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരും, മന്ത്രിമാരുൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വളരെ കൃത്യതയോടുകൂടി പറയുകയാണ്. അതെന്തുകൊണ്ടാണ് പറയുന്നത്? ഞങ്ങൾ നിയോഗിച്ച ചില ആളുകൾക്ക് പിശക് പറ്റിയിട്ടുണ്ട്. ആ പിശകിനെ സംബന്ധിച്ചുള്ള വ്യക്തത, അതിൻ്റെ വിശാലത എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ചില
ഊഹാപോഹങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതിനെ സംബന്ധിച്ച് ക്രിസ്റ്റൽ ക്ലിയറായി ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് CPM പോലൊരു സംഘടനയ്ക്കകത്ത് അധികകാലം തുടർന്നു പോകാൻ കഴിയുകയില്ല എന്നുള്ളത് ഈ സംഘടനയെക്കുറിച്ചും വളരെ വ്യക്തമായി വിമർശന വിധേയമായിട്ടാണെങ്കിൽ പോലും പഠിക്കുന്ന ശ്രീമതി ബഹുമാനപ്പെട്ട മാധു അടക്കമുള്ള ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. അല്ല, അങ്ങനെയുള്ള ചില അറിവുകളും ധാരണകളും ഒക്കെ വെച്ചുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എ പത്മകുമാറിനെയും എൻ വാസുവിനെയും പുറത്താക്കാത്തത് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷെ അതിന് ദൗർഭാഗ്യവശാൽ ഇതുവരെയും മറുപടി കിട്ടിയിട്ടില്ല എന്ന് ഞാൻ അങ്ങോട്ടൊന്ന് ആവർത്തിച്ച് വ്യക്തമാക്കട്ടെ പ്രേക്ഷകരോടും. ദിവസം നോക്കുമ്പോൾ സർക്കാരിന് യാതൊരു തരത്തിലുള്ള ഇടപെടലുമില്ല, ബാഹ്യ ഇടപെടലുകളുമില്ല എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. മറ്റൊരു ബെഞ്ച്, ജാമ്യ ഹർജി പരിഗണിക്കുന്ന ബെഞ്ചാണ് ചില അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ മുന്നോട്ട് വെച്ചത്. അതൊന്ന് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തു. പക്ഷേ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുമില്ല എന്നിരിക്കെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത്തേത്, PS പ്രശാന്ത് ഈ കാര്യത്തിൽ ഇതുവരെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഒരു മൊഴിയുമില്ല. PN വാസവനുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു മൊഴിയുമില്ല. പ്രശാന്തിനെതിരെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇതൊരു കവറപ്പ് എന്നുള്ള നിലയിലുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു മൊഴിയും സംഭവിച്ചിട്ടില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ജാമ്യം പരിഗണിക്കുന്ന ബെഞ്ചാണ് കേസ് പ്ലെയർ പരിശോധിക്കുക. അത് ലീഗലാണ്. അതായത് കേസ് പ്ലെയർ ഇതുവരെയുള്ള അന്വേഷണം എതുവരെയാണ് പോയിരിക്കുന്നത്, എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് കോ എന്ന് പരിശോധിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബെഞ്ചല്ല, മറിച്ച് ദേവസ്വം ബെഞ്ചും പരിഗണിക്കും. പക്ഷേ ദേവസ്വം ബെഞ്ച് പരിഗണിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതിന് മുമ്പ് 3 തവണയാണ് ജാമ്യം പരിഗണിച്ച് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ച് ഇത് പരിഗണിച്ചത്. അതായത് വളരെ കൃത്യമായി അപ് ടു ഡേറ്റ് വിവരം ജാമ്യം പരിഗണിച്ച ബെഞ്ച് പരിശോധിച്ചിട്ടാണ് ഈ 79 പേജുള്ള വിധി പ്രസ്താവത്തിൽ 9 തവണ ബിഗ് ഗൺസ് എന്ന് ആ ബെഞ്ചിന് പറയേണ്ടി വരുന്നത്. അതിനുശേഷം ഇവരുടെ ഈ പണി ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. അതായത് ഞങ്ങൾ മാത്രമല്ലേ അവരും കൂടെ ഉണ്ട് എന്നതാണ് ഇവരുടെ ഒരു ടേക്ക്, ഇവരുടെ ഒരു ക്യാപ്സ്യൂൾ. ഇവർ ഈ ദേവസ്വം ബോർഡ് ആദ്യമായി ഈ SIT പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, അന്ന് സർക്കാരിൻ്റെ വാദം എന്തായിരുന്നു? സർക്കാരിൻ്റെ വാദം 96 തൊട്ടുള്ളത് അന്വേഷിക്കണം. അതായത് ഇപ്പോഴുള്ള അന്വേഷിച്ചാൽ പോരാ, പഴയ ഗവൺമെൻറ്റുകളും VSൻ്റെ ഗവൺമെൻറ്റും വന്നോട്ടെ, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വരട്ടെ, അതിന് മുമ്പുള്ള ഗവൺമെൻറ് വരട്ടെ എന്നാണ്. പക്ഷേ ആദ്യത്തെ ദിവസം ദേവസ്വം ബെഞ്ച് പറഞ്ഞു അത് വേണ്ട, 2019 തൊട്ടുള്ള അന്വേഷണം തൽക്കാലം മതി, നിങ്ങൾ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. അതായത് തുടക്കം തൊട്ടേ ഇവരുടെ ടേക്ക്, ഇവരുടെ ക്യാപ്സ്യൂൾ, ഇതിലേക്ക് മറ്റുള്ളവരെ കൂടെ എവിടെയെങ്കിലുമൊക്കെ വലിച്ചിടാൻ പറ്റുമോ അങ്ങനെ വലിച്ചിട്ട് ഞങ്ങൾ മാത്രമല്ല അവരുമുണ്ട് എന്ന് പറഞ്ഞ് ആ പാപഭാരത്തിൻ്റെ ഒരു ബേർഡൻ അത് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇനി BJP പ്രതിനിധിക്ക് 2 വളരെ പ്രധാനപ്പെട്ട ഉത്തരം പറയണം. ഒന്ന്, ഇദ്ദേഹം പറയുന്ന വാദം, അതായത് ഈ രാജുവും രാധയും അപകടത്തിൽപ്പെടുമ്പോൾ മായാവി വരുന്നത് പോലെയാണ് ഈ കേസിൽ നമ്മുടെ ഈ CPM അപകടത്തിൽപ്പെട്ടു. ഉടനെ ആര് വന്നു? ഈ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ചാടി ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സോണിയാഗാന്ധിയുടെ അനിയത്തിക്ക് അവിടെ ഇതുണ്ട്, ഈ ആൻറ്റിക് ഷോപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഈ മന്ത്രവടിയുമായി ഇറങ്ങി ചാടി പുറപ്പെട്ടു. പക്ഷേ അത് ഈ BJPയുടെ ദേശീയ ലീഡർഷിപ്പ് അത് ഏറ്റെടുത്തില്ല. BJPയുടെ നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് അത് പൂർണ്ണാർത്ഥത്തിൽ ഏറ്റെടുത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ നിയമസഭ ചേരുകയില്ലേ? BJPയുടെ യുവമോർച്ചയുടെ മഹിളാ മോർച്ചയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകരെ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ വിശ്വാസികളുടെ മുഴുവൻ അട്ടിപ്പേറും അവകാശപ്പെടുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകരെ ഈ കൊടിയും പിടിച്ച തെരുവിൽ അങ്ങ് കണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഇവർക്ക് പ്രതിഷേധമില്ലാത്തത്? 2, ശങ്കുറ്റിയുടെ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങ് പറഞ്ഞ ആരോപണം അത് 2003 സുബ്രഹ്മണ്യ സ്വാമിയാണ് ആദ്യം പറയുന്നത്. 2023 അത് ഡൽഹി ഹൈക്കോടതിയുടെ മുമ്പാകെ വന്നിട്ടുണ്ട്. അപ്പോൾ CBIയോട് ഡൽഹി ഹൈക്കോടതി ചോദിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയാനുണ്ടോ, ഉണ്ടെങ്കിൽ അത് അഫിഡവിറ്റായി സമർപ്പിക്കാൻ പറയുന്നു. CBI ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ യാതൊരു തരത്തിലും അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ ഇല്ല എന്നും നിലവിൽ FIR ഇട്ട് അന്വേഷിക്കാൻ സാധ്യമേ അല്ല, അതിനുള്ള ഒരു ഇൻഫർമേഷനും ഇല്ല എന്നും 2023 അതായത് നരേന്ദ്രമോദിയുടെ 2ാം സർക്കാർ ഭരിക്കുന്ന സമയത്ത് പൂർണ്ണ അർത്ഥത്തിൽ ഇവരുടെ എല്ലാ സംവിധാനങ്ങളും കൈയടക്കി വെച്ച് ഭരിക്കുന്ന സമയത്ത് ഇവർ നിയന്ത്രിക്കുന്ന CBI അഫിഡവിറ്റ് കൊടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനുമുണ്ട്. ഗോവർദ്ധനും ചേർന്ന്, അതായത് സ്വർണം ഈ കട്ടവനും സ്വർണം വാങ്ങിയവനും അടക്കമുള്ളവർ സന്ദർശിച്ച ആ ഫോട്ടോ, ആ സന്ദർശിക്കുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും ആരോപണം ഉന്നയിക്കാമല്ലോ. ഒരു തവണ കോടതിയിൽ വന്ന് FIR രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന് CBI പറഞ്ഞതിന്റെ പേരിൽ പിന്നീട് വരുന്ന ഒരു ആരോപണം ഉന്നയിക്കാൻ പാടില്ല. 2 ഉത്തരം. ഒന്ന്, അങ്ങനെ CBI അഫിഡവിറ്റ് കൊടുത്തോ മാത്രമല്ല, അങ്ങേക്കറിയാമല്ലോ ANSയും റിപ്പബ്ലിക്കായും എന്തൊക്കെയാണ്, രണ്ടും ഇറ്റലിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ മാധ്യമങ്ങളാണ്. അവർ തന്നെ ഇന്ത്യയിൽ ഇങ്ങനെ സുബ്രഹ്മണ്യൻ സ്വാമി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന പേരിൽ അവരവിടെ ഒരു ഒബ്രസാനോയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ
ഇൻവെസ്റ്റിഗേഷൻ അവരുടെ ഈ പറയുന്ന മീഡിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. അതിനുശേഷം അങ്ങനെയേ ഇല്ല എന്ന് ലാ റിപ്പബ്ലിക്കായും ANSയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. അപ്പോൾ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ അടക്കം തള്ളിക്കളഞ്ഞ, സുപ്രീം കോടതി അടക്കം തള്ളിക്കളഞ്ഞ ഒരു ആരോപണവുമായാണ് BJP ഇറങ്ങുന്നത്. അത് ഏറ്റുപിടിക്കുകയാണ് CPIM. ആ CPIM ഏറ്റുപിടിക്കുന്നതിന് കൊട്ടിപ്പാടാനും സഹായിക്കാനും പരസ്പരം അവർ ചേട്ടൻ ബാവയും അനിയും ബാവയും കളിക്കുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ BJPക്ക് ശബരിമല വിശ്വാസികളോട് എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ തൂണിന്റെ തുരുമ്പിന്റെ എങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ BJPയുടെ ഈ എന്താണ് കൊടിയും പിടിച്ചുകൊണ്ട് ഒരാളോടെങ്കിലും മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ചാടി ഇറങ്ങിയ ഒരു കരിങ്കൊടി കാണിക്കും. ശരി, ശങ്കുട്ടിദാസ്, അങ്ങനെ രണ്ടു തട്ടിലും തൂക്കം തികയ്ക്കാൻ BJPയുടെ സഹായമുണ്ടോ? അദ്ദേഹം എന്തായി പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ ദിവസമാണ് മന്ത്രി AN വാസവന്റെ വീട്ടിലേക്ക്, ഇപ്പോഴത്തെ നിലവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി AN വാസവന്റെ വീട്ടിലേക്ക്, ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തിയത്. ഈ കഴിഞ്ഞ മകരവിളക്ക് ദിവസമാണ് മകരജ്യോതി തെളിയിക്കൽ ഒരു പ്രതിഷേധ മാർഗമായിട്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ ഏറ്റവും ബൂത്തിലെ പ്രവർത്തകർ വരെയുള്ള ആളുകൾ മകരജ്യോതി ദീപം തെളിയിച്ചുകൊണ്ട് ശബരിമല വിഷയത്തിൽ പ്രതിഷേധിച്ചത്. ഇനി കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിലേക്ക് മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ വീട്ടിലേക്ക് മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. ആദ്യം മുതൽ ജനങ്ങൾക്ക് വിഷയം ഏറ്റെടുത്തുകൊണ്ട് സെക്രട്ടേറിയറ്റ് വളയൽ ഒരു, അതായത് നിയമസഭയിൽ ഇവർ ചെയ്തതുപോലെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും കൊടുക്കാതെ ചർച്ച നടത്താൻ തയ്യാറാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാരഡി പാട്ട് പാടിയിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന പ്രഹസനം BJP നടത്തിയിട്ടില്ല എന്നാണെങ്കിൽ അത് ശരിയാണ്. പക്ഷെ BJP സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട്, ധർണ നടത്തിയിട്ടുണ്ട്, യുവമോർച്ചയുടെയും മഹിളാ മോർച്ചയുടെയും നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സമരം നടത്തിയിട്ടുണ്ട്, ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക്, നന്ദൻകോട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം AN വാസവന്റെ വീട്ടിലേക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന മകരജ്യോതി പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യം മുതൽക്കേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹം ആകെ കാണുന്നത് കോൺഗ്രസ് ആണ് ഈ വിഷയം കഴിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ താരതമ്യങ്ങൾ പോലെ, അദ്ദേഹത്തിന്റെ ഉപമകൾ പോലെ എനിക്ക് ഭയങ്കര കൗതുകം തോന്നുകയാണ്. സാധാരണ നമ്മളൊരു ഉദാഹരണം പറയുന്ന സമയത്ത് നമ്മളെ നായകന്മാരാക്കിയിട്ടും മറ്റുള്ളവരെ വില്ലന്മാരാക്കിയിട്ടാണല്ലോ പറയാം. പക്ഷെ അദ്ദേഹം പറയുന്നത് BJP CPMനെ സഹായിക്കുന്നത് രാജുവും രാധയും അപകടത്തിൽ പെടുന്ന സമയത്ത് മായാവി വന്ന് സഹായിക്കുന്ന പോലെയാണ്. ഈ ബാലരമേലെ ഈ പറയുന്ന മായാവിയിലെ നായകരാണ് ഈ മായാവി രാജു രാധ. അപ്പൊ ഇവരാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവർ കുട്ടൂസനാണോ, ഡാഗിനിയാണോ, ലുട്ടാപ്പിയാണോ, ഇവിടെ അപകടം ഉണ്ടാക്കുന്ന ആളുകൾ ഇവരാണ്, കേരളത്തെ രക്ഷിക്കുന്നത് BJP ആണെന്നൊക്കെയാണോ ഈ താരതമ്യം കൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇവിടെ ഒത്തുകളിക്കുന്നത് CPMഉം കോൺഗ്രസും തമ്മിലാന്നുള്ളത് ഇന്നത്തെ നിയമസഭയിൽ നടന്നിട്ടുള്ള നടപടിക്രമങ്ങൾ കണ്ടിട്ടുള്ള ഏത് മനുഷ്യർക്കും മനസ്സിലാവും. ഈ വിഷയത്തിൽ യഥാർത്ഥത്തിലുള്ള ചർച്ചകൾക്കോ ഒരു ചോദ്യോത്തരത്തിനോ നിങ്ങൾ രണ്ടുപേരും തയ്യാറല്ല. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും നഷ്ടപ്പെടാൻ ഇവിടെ സംഗതികളുണ്ട്. അതുകൊണ്ട് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേവലം ഫാർസ് നടത്തുക എന്നല്ലാതെ ഈ വിഷയത്തിൽ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ്. നിങ്ങൾ നിയമസഭയിൽ നടത്താൻ പറ്റാത്ത ചർച്ച നിങ്ങൾക്ക് പൊതുസമൂഹത്തിൽ നടത്താം. ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനും നിങ്ങളോട് ചോദ്യങ്ങൾ ഉന്നയിക്കാനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യത്തിന് ഉത്തരം പറയാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ചർച്ച ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കേവലം ഈ പ്രഹസനമൊക്കെ നടത്തുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കഴിഞ്ഞ CPM പ്രതിനിധി പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഒന്നും കൂടി അത് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞ കാര്യം ഈ PS പ്രശാന്ത് നയിച്ചിരുന്ന ദേവസ്വം ബോർഡിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. 2024 നടത്തിയിട്ടുള്ള മരാമത്ത് പണി എന്ന് പറയുന്നത് ഒരു കവറപ്പ് ഓപ്പറേഷൻ ആണെന്ന് സംശയിക്കാൻ പഴുതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന ശങ്കർ ദാസിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് ദൈവത്തിന്റെ സ്വത്ത് കട്ടിട്ടുള്ള ആളുകൾക്ക് മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് സംഗതികൾ പറയുന്ന സമയത്ത് രണ്ടും തമ്മിൽ മിക്സപ്പായി പോയി എന്നല്ലാതെ വളരെ മനഃപൂർവ്വം അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ചർച്ചയിൽ നമ്മൾ വളരെ വേഗത്തിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പിഴവുകൾ സംഭവിക്കും. അദ്ദേഹം ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞത് സംസ്ഥാന സർക്കാരാണ് SIT അന്വേഷണം ആവശ്യപ്പെട്ടതെന്നാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം സർക്കാർ എതിർത്തിട്ടില്ലല്ലോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ BJP ആണ് SIT അന്വേഷണം ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് പറയാലോ, ഞങ്ങളും എതിർത്തിട്ടില്ലല്ലോ. അതല്ലെങ്കിൽ നാട്ടിലെ ഏതാൾക്കും പറയാലോ SIT അന്വേഷണം ആവശ്യപ്പെട്ടത് ഞങ്ങളാണ്, കാരണം ഞങ്ങളാരും അതിനെ എതിർത്തിട്ടില്ല. അത് ഒരു സംഗതി നിങ്ങൾക്ക് എതിർക്കാൻ യാതൊരു വകുപ്പും ഇല്ലാത്തൊരു സംഗതി, നിങ്ങളോട് ആരും അഭിപ്രായം ചോദിച്ചിട്ടില്ലാത്ത സംഗതി, നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലാത്ത സംഗതി നിങ്ങളുടെ മേലെ വന്ന് ഭവിക്കുന്ന സമയത്ത് ഞങ്ങൾ അതിനെ സ്വീകരിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെയും കൂടിയാണ് അന്വേഷണം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? സർക്കാരിനെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മോണിറ്ററിംഗിൽ അന്വേഷണം നടത്തിയത്. അതിൽ ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിക്കാനുള്ള അധികാരം ഒരു സർക്കാരിന് കൊടുത്തില്ലല്ലോ. ഉദ്യോഗസ്ഥന്മാരെ മുതൽ ADGP മുതൽ ഏറ്റവും അവസാനത്തെ SIന്റെ വരെയുള്ള ആളുകളെ കോടതി ഹാൻഡ് പിക്ക് ചെയ്യല്ലേ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും മറ്റാർക്കും കൊടുക്കരുത്, സീൽഡ് കവറിൽ കോടതിയിൽ മാത്രമേ ബോധിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞില്ലേ. അപ്പോൾ അവിടെയുള്ള ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന ഫയലുകൾ ഉൾപ്പെടെ സീസ് ചെയ്യാനും സീൽ ചെയ്യാനുമാണ് കോടതി പറഞ്ഞത്. അത്രയും വിശ്വാസമില്ലാതെ കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ നിങ്ങളുടെ ആളുകൾ തന്നെ പ്രതികളായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പൊളിറ്റിക്കൽ നോമിനീസ് വരെ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇത് ഞങ്ങളുടെ അന്വേഷണമാണെന്ന് പറയാനുള്ള അങ്ങയുടെ
ആ ഒരു ആർജവത്തെ ഞാൻ നമസ്കരിക്കുന്നു. ശരി, ശ്രീ സുരേഷ്, ഇത് നോക്കൂ, ഇതിപ്പോൾ സഭയിലേക്ക് ആ വിഷയം എത്തി, ഇത് എവിടെയും അല്ലാതെ പിരിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴും നോക്കൂ, കടകംപള്ളി സുരേന്ദ്രൻ, നമ്മൾ ചർച്ച തുടങ്ങിയത് അവിടെ നിന്നാണ്. അദ്ദേഹം മുൻ ദേവസ്വം മന്ത്രിയാണ്. ശബരിമലയിൽ അന്ന് എന്തൊക്കെ നടന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം. നിങ്ങളുടെ സോണിയാഗാന്ധിക്കെതിരായ സകല ആരോപണങ്ങളെയും തള്ളിക്കളയുകയാണ്. നിങ്ങളുടെ മുൻ മന്ത്രിയായിരുന്നാൽ, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, നിങ്ങൾ സോണിയാഗാന്ധിക്കെതിരെ രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളെയും തള്ളി പറയുന്നു. അപ്പോൾ പാർട്ടിയുടെ നിലപാടും കടകംപള്ളി സുരേന്ദ്രന്റെ നിലപാടും രണ്ടാണോ? നിങ്ങൾ ഏത് നിലപാടിനൊപ്പമാണ്? നോക്കൂ, അതിന് ഞാൻ മറുപടി പറയാം. അതിനു മുമ്പ് ഒരു ഒറ്റ മിനിറ്റ്. മറ്റൊന്നുമല്ല, കോൺഗ്രസിൻ്റെ പ്രതിനിധിയും BJP യുടെ പ്രതിനിധിയും ഇവിടെ തുടർച്ചയായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ജാമ്യ അപേക്ഷ പരിഗണിക്കുന്ന കോടതിയാണ് ആ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും വിശകലനം ചെയ്യുകയും അതിനെ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ അന്വേഷണത്തെ സംബന്ധിച്ച് പ്രാഥമിക വിവരമുണ്ടായിരുന്നുവെങ്കിൽ, അതെ, കേസ് ഡയറി, പ്രാഥമിക വിവരമുണ്ടെങ്കിൽ അദ്ദേഹം ഇത് പറയുമായിരുന്നു. ഈ അന്വേഷണത്തിൻ്റെ ഏറ്റവും കണ്ടൻ്റായിട്ടുള്ള ഭാഗം എന്താണ്? അത് ഓരോ ഘട്ടത്തിലെയും അന്വേഷണ റിപ്പോർട്ട് സീൽഡ് കവറിൽ കോടതിയെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് അത് ദേവസ്വം ബെഞ്ചിൻ്റെ അല്ല, ആ ഭാഗം വളരെ ബോധപൂർവ്വം ഹിഡൻ ചെയ്തിട്ട് ഇത്തരത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ അദ്ദേഹം എന്തിനാണ് അഭിപ്രായ പ്രകടനം നടത്തുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആൻറ്റിക് എന്ന വാക്ക് ആദ്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? അത് കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ എന്തെങ്കിലും ഇതിനകത്തെ ഗ്രൂപ്പ് വൈരമായിരിക്കാം അദ്ദേഹത്തെ ഈ പദപ്രയോഗത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ വീണ്ടും അദ്ദേഹം ഡാഗിനിയുടെയും കുട്ടൂസന്റെയും പൊട്ടാലുവിൻ്റെയും ഗുലുഗുലുമാലുവിൻ്റെയും ഒക്കെ കഥ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കും. എന്തിനാണ് ഇങ്ങനെ വീണടത്ത് കിടന്ന് ഉരുളുന്നത്? ഈ വീണടത്ത് കിടന്ന് ഉരുണ്ട് വെറുതെ ചെളി പറ്റുന്നത്? ശ്രീ വസന്ത് ശ്രീയക്ക് ഇത് നിങ്ങൾ അവസാനിപ്പിക്കണം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒറ്റ കാര്യമാണ് പറയാനുള്ളത്. ഇവിടെ ബഹുമാനപ്പെട്ട BJP യുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ അന്വേഷണത്തെ സംബന്ധിച്ച് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന നിലയിൽ, നിങ്ങൾ നോക്കൂ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് ഇതിനു മുൻപ് ഈ രൂപത്തിൽ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. രണ്ട് സിവിൽ സർവീസ് അല്ലല്ല, ഈ ഒരു വരി കൂടെ പറഞ്ഞിട്ട് ഈ അനാവശ്യമായി ഇതിനകത്ത് ചില ഇടപെടലുകൾ നടത്തുന്നു എന്നൊക്കെയുള്ള പദപ്രയോഗം അത് വീണ്ടും ആവർത്തിച്ച് പ്രോംപ്റ്റ് ചെയ്യുകയാണ് BJP യുടെ പ്രതിനിധി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കടകംപള്ളിയെ ഈ കേസുമായി ബന്ധപ്പെടുത്താൻ നിങ്ങൾക്ക് യാതൊരു തരത്തിലും കഴിയുകയില്ല. അദ്ദേഹം ഈ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് സന്ദർഭവശാൽ അവിടെ ഉണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിഷനിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചല്ലോ, കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും സോണിയാഗാന്ധിയെ സന്ദർശിച്ചതും അവിടെ ബ്രേസ്ലെറ്റ് ഇട്ടതും വളയണിയിച്ചതും ചരട് കെട്ടിയതും ഈ കേസിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു മാനസിക വലിപ്പം കൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അത് ഡൈജസ്റ്റ് ചെയ്യില്ല. ശ്രീ സുരേഷ്, അങ്ങനെയല്ല. ഈ വിഷയം കേരള സമൂഹം അങ്ങനെ വളച്ചൊടിക്കേണ്ട. ഭരണപക്ഷം സഭയിൽ പറഞ്ഞ നിലപാടല്ല കടകംപള്ളി പുറത്തു പറഞ്ഞത്. ഭരണപക്ഷം സഭയിൽ പറഞ്ഞത് സോണിയാഗാന്ധിയുടെ ചിത്രമടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം, സോണിയാഗാന്ധിയുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനും സോണിയാഗാന്ധിയും ഒരേ അവസ്ഥയിലാണ്. അദ്ദേഹം ചിന്തിക്കുന്നില്ല സോണിയാഗാന്ധി ഒരു കളങ്കിതരുമായി ബന്ധമുണ്ടാക്കുമെന്ന്, വീട്ടിൽ കയറ്റുമെന്ന് വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരോടാണ്, ഇത് രണ്ട് നിലപാടല്ല എന്ന് തോന്നുന്നുണ്ട്. വാക്കിന്റെ സാങ്കേതികത്വം മാത്രം പറഞ്ഞ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിനോട് മലയാള ഭാഷ കേട്ടാൽ മനസ്സിലാകുന്നവരെയാണ് മലയാളി എന്ന് പറയുന്നത്. അതിലൊരു സാങ്കേതികത്വവുമില്ല. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതും MB രാജേഷ് പറഞ്ഞതും മലയാളം കേട്ടാൽ മനസ്സിലാകുന്ന മനുഷ്യർക്ക് രണ്ടാണെന്ന് മനസ്സിലാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം ഞാൻ മലയാളത്തിലാണ് വാർത്ത വായിക്കുന്നത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.